നമുക്കിന്ന് കൂട്ടായ്മയിൽ ഏകാഗ്ര ചിന്തയോടെ നമുക്കായിരിക്കാം. നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. കർത്താവേ, എൻ്റെ കുറവുകളെ എന്നോട് ക്ഷമിക്കണമേ. ഇന്നത്തെ കൂട്ടായ്മ അനുഗ്രഹിക്കപ്പെടുവാൻ, ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നവരെ ബലപ്പെടുത്തുവാൻ, കൂടി വന്ന ഞങ്ങളുടെ വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ വിടുതൽ കാണുവാൻ, സൗഖ്യം പ്രാപിപ്പാൻ, രക്ഷ പ്രാപിപ്പാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. തുടക്ക പ്രാർത്ഥനയ്ക്കായിട്ട് പ്രിയ ഷാലോം ബ്രദറിനെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ തിരുനാമത്തിന് വീണ്ടും സ്തോത്രം ചെയ്യുന്ന പിതാവേ, അവിടുത്തെ വലിയ സ്നേഹമായിരുന്നല്ല പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ഞങ്ങളുടെ പാവങ്ങൾക്കും ശാപങ്ങൾക്കും വേണ്ടി മരിച്ച് ഞങ്ങളുടെ പ്രത്യാശക്കായി ഉയർത്തെഴുന്നേറ്റു നിത്യജീവനായി വീണ്ടും വരാമെന്ന് പറഞ്ഞ ദൈവസ്നേഹത്തിന്റെ മറവിൽ അവിടുത്തെ കുഞ്ഞുങ്ങളായി ഞങ്ങൾ ഒന്നിച്ച് കർത്താവെ വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം കർത്താവെ നടക്കുന്ന പശ്ചിമല്ല ഒന്നിച്ചുകൂടി തിരുനാമത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഉയരത്തിലെ സകലാത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ സന്നിധിയിൽ അടിയങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ അങ്ങയുടെ സാന്നിധ്യം കൂടിയിരുന്നു ഞങ്ങളെ നടത്തിയ എല്ലാ വഴികൾക്കുമായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം. കർത്താവെ, കൂടി വന്ന തന്റെ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. സകല ഹൃദയ വിചാരങ്ങളെയും അറിയുന്ന ദൈവമേ, ഇന്നത്തെ ശുശ്രൂഷ അവരുടെ ജീവിതത്തിന് അനുഗ്രഹവും ആശ്വാസമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയമായി ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരേ ആരാധനകളും പ്രാർത്ഥനകളും ദൈവവചന ധ്യാനമൊക്കെ ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന അനേക രോഗങ്ങൾക്ക് സൗഖ്യവും സമാധാനവും കർത്താവെ, തിരുവചനത്തിന്റെ ശക്തി കർത്താവ് അതിധൈര്യത്തോട് മറ്റുള്ളവരോട് ഘോഷിപ്പാനുള്ള ഉത്സാഹവും കർത്താവെ, ഞങ്ങളുടെ രക്ഷയുടെ ആത്മാവ് ഉണരുവാനും കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങളെ തന്നെ കർത്താവെ അങ്ങയുടെ നാമോത്തത്തിനായി സമർപ്പിക്കുന്നതുമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ശരീരദേഹ ആത്മാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പാടി ആരാധിപ്പാൻ ദൈവകൃപ നൽകണമേ. ലീഡ് ചെയ്യുന്നതിൻ്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തണമേ. സംഗീതം ആലോചിക്കുന്നവരെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ. കർത്താവെ, വചനവുമായി കടന്നു വരുന്ന എൻ്റെ ദാസനെ അവിടുന്ന് അനുഗ്രഹിക്കണം. സങ്കീർത്തനത്തിനായി നിയുക്തമാക്കിയിരിക്കുന്ന ദാസനോടും കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ ശുശ്രൂഷകളും ആദ്യം മുതൽ അവസാനത്തോളം ദൈവത്തിന്റെ പരിജ്ഞാനത്തിലും ആത്മാവിന്റെ നിറവിലും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താലും കർത്താവ് എല്ലാം സ്വന്തമുചിതമായി നടപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണം. എല്ലാ മഹത്വം അങ്ങ് തന്നെ എടുക്കണം. പ്രാർത്ഥനയുടനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിച്ചനായി സ്തുതിക്കുന്ന കർത്താവേ, സകലതും ഞങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവനോടിരിക്കുന്ന യേശു തമ്പുരാന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹലോ നമുക്ക് ചില ഗാനങ്ങൾ പാടി കർത്താവിനെ ആരാധിക്കാമല്ലോ. ആദ്യമായി നമുക്ക് സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമേ എന്നുള്ള ഗാനം വളരെ പഴയ ഒരു ഗാനം, ഏവർക്കും അറിയാവുന്ന ഒരു ഗാനം. നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്ത കർത്താവിന്, നമ്മുടെ വീഴ്ചയിൽ നമ്മളെ കാത്ത കർത്താവിന് സ്തോത്രം കരേറ്റിക്കൊണ്ട് ഹല്ലേലൂയ നമ്മൾക്ക് ഒരുമിച്ച് പാടാം. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ആമേൻ, ഹല്ലേലൂയ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. താഴ്ചയിൽ എന്നെ ഓർത്തവനെ, വീഴ്ചയിൽ എന്നെ കാത്തവനെ, താഴ്ചയിൽ എന്നെ ഓർത്തവനെ, വീഴ്ചയിൽ
കാഴ്ചയല്ല വിശ്വാസത്താലെ കാഴ്ചയേകി നിത്യം ചേർത്തവനെ, കാഴ്ചയല്ല വിശ്വാസത്താലെ കാഴ്ചയേകി നിത്യം ചേർത്തവനെ, സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ, സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ, ശത്രുവിൻ തല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ, ശത്രുവിൻ തല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ, ശത്രുമുണ്ടാകെ മേശയൊരുക്കും വിൽത്രനമേശുവേ സ്തുതി മനമേ, ശത്രുമുണ്ടാകെ മേശയൊരുക്കും വിൽത്രനമേശുവേ സ്തുതി മനമേ, സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ, സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ, കഷ്ടവും മഹാശാസനയും നിന്നയുമുള്ള ദിനമുമിതേ, കഷ്ടവും മഹാശാസനയും നിന്നയുമുള്ള ദിനമുമിതേ, ഉള്ളം കലർക്കും കള്ള സഹോദരർ കള്ളുര ചെയ്തു ഭയം, ഉള്ളം കലർക്കും കള്ള സഹോദരർ കള്ളുര ചെയ്തു ഭയം, സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ, സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ, ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൽ വഴി പോയിടിലും, ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൽ വഴി പോയിടിലും, മന്നരിൽ മന്നവൻ നിന്നോടുകൂടെ എന്നും അവൻ നിന്നെ വഴി നടത്തും, മന്നരിൽ മന്നവൻ നിന്നോടുകൂടെ എന്നും അവൻ നിന്നെ വഴി നടത്തും, സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ, സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ, പാറയിൽ നിന്നും തേൻ പൊഴിയും ജീവനീരിൽ നിന്നും കുടിക്കും, പാറയിൽ നിന്നും തേൻ പൊഴിയും ജീവനീരിൽ നിന്നും കുടിക്കും, മരുഭൂയാണം കഴിയും വരെയും മറയ്ക്കും അവൻ നിന്നെ ചിറകടിയെ, മരുഭൂയാണം കഴിയും വരെയും മറയ്ക്കും അവൻ നിന്നെ ചിറകടിയിൽ, സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ, സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ, ആശിച്ച ദേശം കാണുകയാ, ക്ലേശമഖിലവും നീങ്ങുകയാ, ആശിച്ച ദേശം കാണുകയാ, ക്ലേശമഖിലവും നീങ്ങുകയാ, യേശുമണാളൻ ചേർത്തിടും വേഗം ആശില്ല മണവട്ടിയായ നിന്നെ, യേശുമണാളൻ ചേർത്തിടും വേഗം ആശില്ല മണവട്ടിയായ നിന്നെ, സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ, സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. Praise the Lord. Now we start. Hallelujah.
സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളായിരിക്കുന്നിടത്ത് ഹല്ലേലൂയ അന്യതാ ചിന്തകളെയൊക്കെയും മാറ്റിവെച്ച് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ അല്പനേരം ഇരുന്ന് നമ്മുടെ വിഷയങ്ങളെ തമ്പുരാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണല്ലോ. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ചിന്തകളും ദൈവസന്നിധിയിലേക്ക് ഇറക്കി വെക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ പാടി ഹല്ലേലൂയ സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ഹല്ലേലൂയ. ഒന്നിലും പതറിടരുത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. മന്നരിൽ മന്നവൻ ഹല്ലേലൂയ നിന്നോട് കൂടെ. ഹല്ലേലൂയ. എന്നും അവൻ നിന്നെ വഴി നടത്തും. ഹല്ലേലൂയ. പാറയിൽ നിന്ന് തേൻ പൊഴിയും. ഹല്ലേലൂയ. സ്തോത്രം. ആ ജീവനീരിൽ നിന്ന് നാം കുടിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആശിച്ച ദേശം കാണുന്നതിന് വേണ്ടി ദൈവം ഈ ലോക ജീവിതത്തിൽ നാം ഓടുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് പ്രിയ ദൈവജനമേ ഹല്ലേലൂയ പതറരുത്. ഹല്ലേലൂയ. പ്രതികൂലത്തിൻ്റെ നടുവിൽ ഹല്ലേലൂയ തളരരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം കടന്നു വന്നിരിക്കുന്ന ദൈവസന്നിധിയിൽ നമ്മുടെ വിഷയങ്ങളെ ഇറക്കി വെച്ചൊന്ന് പ്രാർത്ഥിപ്പാൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മൾ പറയുന്നത് ദൈവസന്നിധി പകരുന്ന ഓരോ വിഷയത്തിന്മേലും ദൈവം വാസ്തവമായി ഇടപെടുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ആലയത്തിൻ്റെ ഉള്ളിൽ നാം കടന്നു വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അനേക വിഷയങ്ങൾക്ക് മേൽ ദൈവം തമ്പുരാൻ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലവും ഉച്ചതിരിഞ്ഞ സമയത്ത് ഹല്ലേലൂയ വാസ്തവമായി നമ്മുടെ മധ്യത്തിൽ കർത്താവേ ഹല്ലേലൂയ കാൽവറിയിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നവൻ. ഹല്ലേലൂയ. നമ്മുടെ രക്ഷയ്ക്കായി കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നവൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ആ വിശ്വാസത്തോടും ഉറപ്പോടും കൂടി ഹല്ലേലൂയ ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ ഹല്ലേലൂയ ദൈവമേ എത്രയോ വർഷമായി ഹല്ലേലൂയ ഫാസ്റ്റിംഗ് പ്രയർ ആയിട്ട് ഈ ദേശത്ത് കർത്താവേ ഈ മരുഭൂമിയുടെ നടുവിൽ ഒരു പച്ച വൃക്ഷം പോലെ കർത്താവേ അനേകർക്ക് താങ്ങും തണലുമായിട്ട് നമ്മുടെ കൂട്ടായ്മയെ നിർത്തിയിരിക്കുന്നല്ലോ. എത്രയോ പ്രഗത്ഭന്മാർ കർത്താവെ നേതൃത്വം കൊടുത്തവർ കർത്താവ് സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമേ പ്രായാധിക്യത്താലൊക്കെയും ഭാരം ആയിട്ട് നമ്മുടെ കർത്താവ് പ്രിയപ്പെട്ട ദാസന്മാരൊക്കെയും ഹല്ലേലൂയ മുൻകാലങ്ങളിൽ നേതൃത്വം കൊടുത്തവർ ഹല്ലേലൂയ ഭവനങ്ങളിൽ വിശ്രമിക്കുന്നു. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അനേക ദൈവദാസന്മാർ ദൈവമേ ഈ ദേശം ഇവിടെ കടന്നു വന്ന് ദൈവം ഹല്ലേലൂയ പുൽപ്പറ്റിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്ക് കർത്താവെ ജീവന്റെ വചനം വിളമ്പിത്തന്ന അനേക ഭക്തന്മാർ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം കർത്താവ് അവരായിരിക്കുന്ന സ്ഥാനത്ത് അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. അനേക ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരായിരിക്കുന്നു. അവരൊക്കെയും പലയിടങ്ങളിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അവർ കോട്ടയായി തീരട്ടെ. അവർക്ക് വേണ്ടി അവർക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ കൂട്ടായ്മയായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന മിഷൻസിൻ്റെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. നവംബറിൽ നടക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ഫാമിലി കോൺഫറൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കെസ്വി കൺവെൻഷൻ അടുത്ത് വരുന്നല്ലോ. ഹല്ലേലൂയ. അതിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഭാരതത്തിൻ്റെ മണ്ണിൽ ഹല്ലേലൂയ. സ്തോത്രം. അനേകരെ ക്രിസ്തുവിൻ്റെ വചനം കർത്താവേ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞു കൊടുക്കുവാൻ തക്കോണം ദൈവം അതിന് നേതൃത്വം കൊടുക്കുന്ന മിഷൻസിൻ്റെ എന്ന പ്രസ്ഥാനം ഹല്ലേലൂയ നേതൃത്വം കൊടുക്കുന്ന ജോർജ് ചെറിയാൻ സാറ് കർത്താവേ അതിൻ്റെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ടീമങ്ങൾ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവേ ഹല്ലേലൂയ അനേകം മിഷണറിമാർ ആക്രമിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ അവരുടെ നടുവിൽ കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾ കൂട്ടായ്മയായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ ഞങ്ങൾ കൂട്ടായ്മയായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ മിഷൻസ് ഇന്ത്യയുടെ സഹോദരങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവേ ക്രൂശിൻ്റെ മറവിൽ ദൈവം നിർത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയിൽ കടന്നു വന്ന വചനം പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ മത്തായി സാറിൻ്റെ കർത്താവ് ടീമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവൻ്റെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരും ഭാരതത്തിൻ്റെ മണ്ണിൽ പലയിടങ്ങളിൽ കർത്താവെ ശുശ്രൂഷ ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ അവരുടെയൊക്കെയും കൺവെൻഷൻ നടക്കുന്നല്ലോ. ആ കൂട്ടായ്മയും താഴ്ച സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവേ ഇവർക്കൊക്കെയും കോട്ടയായി തീരുവാൻ തക്കോണം സ്വർഗ്ഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച ഞങ്ങൾ കൂട്ടായ്മയായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന വയനാട് കർത്താവെ ഓൾഡ് ഏജ് ഹോമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന കൃഷ്ണൻ സൗറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിച്ച അവിടെയുള്ള എല്ലാ അന്തേവാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമാർത്താവെ അവർക്ക് ഹല്ലേലൂയ ആവശ്യമായിട്ടുള്ള എല്ലാ നന്മകളും ദൈവമേ അവിടുന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ സ്തോത്രം. ദൈവമേ പ്രായാധിക്യത്തിലൊക്കെയും ആയിരിക്കുന്ന അവിടെ കഴിയുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ട ആശ്വാസവും ആരോഗ്യവും ദൈവമേ അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച കർത്താവെ ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമായിരിക്കുന്ന പ്രിൻസ് സൗറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മകൻ കർത്താവെ റേഡിയേഷനൊക്കെയും നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. ഞങ്ങളുടെ കൂട്ടായ്മയുടെ പ്രാർത്ഥന പ്രിയപ്പെട്ടവൻ ആവശ്യമായിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ മധ്യത്തിൽ കടന്നു വരുന്ന പ്രിയപ്പെട്ട ദാസനാണല്ലോ. ഹല്ലേലൂയ. റേഡിയേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് ഹല്ലേലൂയ നമ്മുടെ കൂട്ടായ്മയിൽ കടന്നു വന്ന് ഹല്ലേലൂയ പ്രിയപ്പെട്ടവൻ സാക്ഷ്യം പറയേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രിയപ്പെട്ടവന് വേണ്ടി നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവെ സിബി എന്ന് പറയുന്ന ഒരു പൈതലിന് വേണ്ടി ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ആ പ്രിയപ്പെട്ടവനും ട്രീറ്റ്മെന്റിന് വേണ്ടി നാട്ടിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആ പ്രിയപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ പ്രിയപ്പെട്ടവൻ്റെ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സൗഖ്യത്തോട് പോയി മടങ്ങി വരുവാൻ തക്കണം കർത്താവിടെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.
ഈ ദിവസങ്ങളിൽ നമ്മൾ വാട്സപ്പിൽ കൊടുക്കുകയും കേട്ടതാണ്. ഹല്ലേലൂയ, 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ്, ഹല്ലേലൂയ, ദൈവമേ ഹല്ലേലൂയ, സ്തോത്രം, ദൈവമേ പനിയുടെ ശുശ്രൂഷയിൽ ഭാരപ്പെട്ട് ഈ ദേശത്തായിരിക്കുന്നു. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലൂക്ക എന്ന് പറയുന്ന ആ മകനും ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത് ആ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ആയിരിക്കാൻ തക്കണം സ്വർഗ്ഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കൂട്ടായ്മയിൽ ഹല്ലേലൂയ ദീർഘനാളായി പ്രാർത്ഥിക്കാം. MS കുര്യനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ട്രീറ്റ്മെന്റിന് വേണ്ടിയൊക്കെ ഈ നാട്ടിൽ കടന്നു പോയിരിക്കുന്നു. ഹല്ലേലൂയ, പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സൗഖ്യത്തോടുകൂടി പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത് പ്രിയപ്പെട്ടവൻ ഈ ദേശത്തേക്ക് കടന്ന് മടങ്ങി വരുവാൻ തക്കണം കർത്താവ് ഇടയാക്കണം വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, പ്രിയപ്പെട്ടവൻ നാട്ടിലായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ട്രീറ്റ്മെന്റ് ഒക്കെയും കഴിഞ്ഞു. ഹല്ലേലൂയ, സൗഖ്യത്തോടുകൂടി വീണ്ടും ഈ ദേശത്ത് കടന്നു വരുവാൻ പ്രിയപ്പെട്ടവനെ കർത്താവ് ബലപ്പെടുത്തി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. നമ്മളായിരിക്കുന്ന ഈ യൂത്ത് ഹോസ്റ്റലിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതിന്റെ മാനേജ്മെന്റിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്രകാരം കർത്താവ് ഈ ദേശത്ത് കർത്താവ് ഹല്ലേലൂയ നമ്മൾക്കൊരു സൗകര്യമൊക്കെ അവർ ഒരുക്കി തന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. നാം വന്ന് പാർക്കുന്ന ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ രാജ്യത്തെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ദൈവമേ ഈ ദേശത്തിന്റെ നന്മ അനുഭവിപ്പാൻ നമ്മളെ ഈ ദേശത്ത് കർത്താവ് നിർത്തിയല്ലോ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കർത്താവേ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ദൈവമേ നാട്ടിലും വിദേശത്തുമൊക്കെയും പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തെ അവരുടെ പഠനം ഹല്ലേലൂയ അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റിൻ്റെതായിട്ടുള്ള അനേക മാർഗ്ഗങ്ങൾ അവരുടെ മുമ്പിലൊക്കെയും തെളിഞ്ഞു വരുന്ന സമയത്ത് കർത്താവേ അവിടുന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വഴികാട്ടിയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ബച്ച തെറ്റിൻ്റെ വഴിയിൽ കൂടിയൊക്കെ സഞ്ചരിപ്പാൻ ഇടവരാതെ വണ്ണം കർത്താവെ ക്രൂശിൻ്റെ മറവിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെയും കർത്താവ് കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. കുടുംബജീവിതത്തിലൊക്കെയും പ്രവേശിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ദൈവമേ ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമായിരുന്ന കർത്താവെ ഞങ്ങളുടെ ബെഞ്ചമിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, പ്രിയമകനും കുടുംബജീവിതത്തിലൊക്കെയും പ്രവേശിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവെ ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ട മാതൃകയുള്ള ഒരു കുടുംബജീവിതം നയിപ്പാൻ തക്കണം ഞങ്ങളുടെ പൈതലിനെ ദൈവം എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ ഞങ്ങളുടെ ബേകുടിശാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാട്ടിലെ വിശ്രമത്തിലായിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കുടുംബമായിട്ട് പ്രിയപ്പെട്ടവനെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ദൈവമേ MJ തോമസ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഇന്ന് കടന്നു വരാൻ സാധിച്ചില്ലല്ലോ. ഹല്ലേലൂയ, പ്രിയപ്പെട്ടവനുമായിരിക്കും സ്ഥാനത്ത് ക്രൂശിന്റെ മറവിൽ നിർത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവെ നമ്മുടെ തോമസ് കുട്ടിച്ചാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. രായിച്ചാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ ദിവസങ്ങളിൽ ഈ നാളുകളിൽ കർത്താവ് ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് മറ്റ് ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കൊയറിന് നേതൃത്വം കൊടുക്കുന്ന മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഡിവൈസുകൾ കൈകാര്യം ചെയ്യുന്ന മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് ഹല്ലേലൂയ. അവർ ചെയ്യുന്ന ശുശ്രൂഷകളെ ദൈവം മാനിക്കണമേ. അവർ ഓരോരുത്തരുടെ ആവശ്യങ്ങളുടെ മേൽ കർത്താവ് കരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ എല്ലാ ശുശ്രൂഷകളും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, കൂട്ടായ്മയ്ക്ക് നാളിതുവരെയും കൈത്താങ്ങൽ കൊടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളൊക്കെയും ആയിരിക്കും സ്ഥാനത്ത് കർത്താവെ ക്രൂശിന്റെ മറവിൽ നിർത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് കർത്താവെ ഞങ്ങൾ കർത്താവെ ഹല്ലേലൂയ പോകുമ്പോൾ ഹല്ലേലൂയ വാഹനം ഓടിക്കുമ്പോഴൊക്കെയും തമ്പുരാൻ്റെ കാവലും കരുതലും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരെ കർത്താവെ രാത്രിയിൽ കടന്നുറങ്ങി നേരം വെളുക്കുമ്പോൾ എഴുന്നേൽക്കുവാൻ സാധിക്കാതെ വണ്ണം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ ഹല്ലേലൂയ ഞങ്ങൾക്ക് ലഭിച്ച ആയുസ്സിനായി ആരോഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തമ്പുരാൻ്റെ കൃപയല്ലാതെ ഒന്നുമില്ലല്ലോ അപ്പച്ച. ഹല്ലേലൂയ, ലഭിക്കുന്ന നന്മകൾക്കെല്ലാമായി സ്തോത്രം ചെയ്യുന്നു. ലഭിച്ച ആരോഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാം അങ്ങയുടെ ദാനമാകിയ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിൻ്റെ വേർപാടിൽ കഴിയുന്ന പല വ്യക്തികളുണ്ടല്ലോ, അവരെല്ലാം ഓർക്ക് പ്രാർത്ഥിക്കുന്നു. അവരുടെ മനസ്സിന് വേണ്ട ആശ്വാസം സമാധാനം കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്നതിനുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മുടെ എല്ലാ വിഷയങ്ങൾക്ക് മേലും അവൻ മതിയായ ഉറപ്പും ധൈര്യവും ഞങ്ങൾക്ക് നൽകി തരണമേ. ഞങ്ങളുടെ പ്രതികൂലത്തിൻ്റെ നടുവിൽ ഹല്ലേലൂയ അവിടുന്ന് കർത്താവെ ഞങ്ങൾക്ക് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. മരുഭൂമിയിലെ കർത്താവെ ഹാലലി നീരുറവയും നിർജ്ജല പ്രദേശത്ത് വഴിയും തുറക്കുന്ന കർത്താവ്, ആ നല്ല കർത്താവ് ഇന്ന് ഞങ്ങളുടെ മധ്യമുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, അവിടുന്ന് ഞങ്ങളെ വിടുവിക്കണമേ. അവിടുന്ന് ഞങ്ങളുടെ ഭാരങ്ങൾക്ക് മറുപടി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ കർത്താവെ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കർത്താവെ അവിടുന്ന് വഴികാട്ടിയുമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് വഴികളെ തുറക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ഒപ്പമുള്ളതിനായി സ്തോത്രം. തുടർന്ന് നടക്കുന്ന സകല ശുശ്രൂഷകളെ ദൈവം മാനിക്കണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് വേണ്ടി വചനമായിട്ട് കടന്നു വന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മകനെ കർത്താവെ ഈ നാളുകളിൽ എത്രയും ശുശ്രൂഷയുടെ മുഖത്ത് കർത്താവ് നിലനിർത്തിയല്ലോ. കർത്താവെ പ്രിയ അച്ഛനെ കർത്താവെ കൊടുത്തിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം. കുടുംബമായിട്ട് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലം കർത്താവെ ക്രൂശിൻ്റെ മറവിൽ നിന്നുള്ള വചനം പറയുവാൻ തക്കണം അങ്ങയുടെ ഭക്തനെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ മാനവമഹത്വം തിരുമേനി എടുത്താട്ട് തുറന്നു നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും തമ്പുരാന്റെ നടത്തിപ്പും കാവലും ഉണ്ടാവണമെങ്കിലും പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുന്നു. ദൈവോട്ട് ഉത്തരമല്ലോ നാഥാ, ആമേൻ. സങ്കീർത്തന ധ്യാനത്തിനായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. സങ്കീർത്തനങ്ങൾ 78-39 മുതൽ
72 വാക്യങ്ങൾ നമുക്ക് വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനങ്ങൾ 78, 39 മുതൽ 72 വരെ. അവർ ജഡമെത്രയെന്നും മടങ്ങി വരാതെ കടന്നു പോകുന്ന കാറ്റ് എന്നും അവർ ഓർത്തു. അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ മോഷിപ്പിച്ചു. അവൻ ശത്രുവിന്റെ വശത്തു നിന്ന് അവരെ വിടുവിച്ച ദിവസവും അവർ ഓർത്തില്ല. അവൻ അവരുടെ നദികളെയും തോടുകളെയും അവർക്ക് കുടിപ്പാൻ വകയാതെ വണ്ണം രക്തമാക്കി തീർത്തു. അവൻ അവരുടെ ഇടയിൽ ഈച്ചയെ അയച്ചു, അവയെ അരിച്ചു കളഞ്ഞു. തവളയെയും അയച്ചു, അവർക്ക് നാശം ചെയ്തു. അവരുടെ വിള അവരെ തുള്ളിനും അവരുടെ പ്രയത്നം വെട്ടും കിളിക്കും കൊടുത്തു. അവൻ അവരുടെ മുന്തിരിവള്ളിയെ കൽമഴ കൊണ്ടും അവരുടെ കാട്ടുവൃക്ഷങ്ങളെ ആലിപ്പഴം കൊണ്ടും നശിപ്പിച്ചു. അവൻ അവരുടെ കന്നുകാലികളെ കന്മഴയ്ക്കും അവരുടെ ആട്ടിൻകുട്ടികൾക്ക് ഇടുത്തിക്കും ഏൽപ്പിച്ചു. അവൻ അവരുടെ ഇടയിൽ തന്റെ കോപാഗ്നിയും ക്രോധവും രോഷവും കഷ്ടവും അയച്ചു, അനുദൂതന്മാരുടെ ഒരു ഗണത്തെ തന്നെ. കോപത്തിന് പാത ഒരുക്കി അവരുടെ പ്രാണനെ മനത്തിൽ നിന്നും വിടുവിക്കാതെ അവരുടെ ജീവനെ മഹാമാരിക്ക് ഏൽപ്പിച്ചു കളഞ്ഞു. അവൻ മിസ്രൈമിലെ എല്ലാ കടിഞ്ഞുലിനെയും ഹാം കൂടാരത്തിലുള്ളവരുടെ വീര്യത്തിന്റെ പ്രഥമഫലത്തെയും സംഹരിച്ചു. എന്നാൽ തന്റെ ജനജീവൻ നാടുകളെ പോലെ പുറപ്പെടുവിച്ചു, മരുഭൂമിയിൽ ആട്ടിൻകൂട്ടത്തെ പോലെ അവരെ നടത്തി. അവർ അവരെ നിർഭയമായി നടത്തുകയാൽ അവർക്ക് പേടിയുണ്ടായിരുന്നില്ല. അവരുടെ ശത്രുക്കളെ സമുദ്രം മൂടിക്കളഞ്ഞു. അവൻ അവരെ തന്റെ വിശുദ്ധദേശത്തിലേക്കും തന്റെ വലങ്കയെ സമ്പാദിച്ച പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു. അവിടെ മുമ്പിൽ നിന്ന് അവൻ ജാതികളെ നീക്കിക്കളഞ്ഞു. ചരടുകൊണ്ട് അളന്ന് അവർക്ക് അവകാശം പകർത്തു കൊടുത്തു. ഇസ്രായേലിന്റെ ഗോത്രങ്ങളെ അവരുടെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു. എങ്കിലും അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിച്ച് മത്സരിച്ചു, അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ചിരുന്നില്ല. ഗോത്രങ്ങളുടെ പിതാക്കന്മാരെ പോലെ പിന്തിരിഞ്ഞ് ദ്രോഹം ചെയ്തു. വഞ്ചനയുള്ള വില്ലുപോലെ അവർ മാറിക്കളഞ്ഞു. അവർ തങ്ങളുടെ പൂജാരികളെ കൊണ്ട് അവരെ കോപിപ്പിച്ചതും വിഗ്രഹങ്ങളെ കൊണ്ട് ഹൃദയം ജനിപ്പിച്ചു. ദൈവം കേട്ട് ക്രുദ്ധിച്ചു, ഇസ്രായേലിനെ ഏറ്റവും വെറുത്തു. ആകയാൽ ശീലോവിലെ തിരുനിവാസവും താൻ മനുഷ്യരുടെ ഇടയിൽ അടിച്ചിരുന്ന കൂടാരവും ഉപേക്ഷിച്ചു. തന്റെ ബലത്തെ പ്രവാസത്തിലും തന്റെ മഹത്വത്തെ ശത്രുവിന്റെ കയ്യിലും ഏൽപ്പിച്ചു കൊടുത്തു. അവൻ തന്റെ അവകാശത്തെ കോപിച്ചു, തന്റെ ജനത്തെ വാളിന് വിട്ടുകൊടുത്തു. അവിടെ യൗവനക്കാർ തീക്കേരിയായി തീർന്നു. അവിടെ കന്യകമാർക്ക് വിവാഹഗീതം ഉണ്ടായതുമില്ല. അവരുടെ പുരോഹിതന്മാർ കൊണ്ട് വീണു, അവരുടെ വിധവമാർ വിലാപം കഴിച്ചതുമില്ല. അപ്പോൾ കർത്താവ് ഉറക്കമുണർന്നു, വരുന്നവനെ പോലെയും വീഞ്ഞു കുടിച്ച് അട്ടഹസിക്കുന്ന വീരനെ പോലെയും ഉണർന്നു. അവൻ തൻ ശത്രുക്കളെ പുറകോട്ട് അടിച്ചു കളഞ്ഞു, അവർക്ക് നിത്യാനന്ദം വരുത്തുകയും ചെയ്തു. എന്നാൽ അവൻ യോസഫിന്റെ കൂടാരത്തെ തേച്ചു, എഫ്രൈം ഗോസ്തെ തിരഞ്ഞെടുത്തതുമില്ല. അവന്റെ ഗോത്രത്തെയും തന്റെ പ്രിയപ്പെട്ട സിയോൻ പർവ്വതത്തെയും തിരഞ്ഞെടുത്തു. താൻ സദാകാലത്തേക്ക് സ്ഥാപിച്ചിരുന്ന ഭൂമിയെ പോലെയും സ്വർഗോന്നതങ്ങളെ പോലെയും അവൻ തന്റെ വിശുദ്ധ മന്ദിരത്തെ പണിതു. അവൻ തന്റെ ദാസനെ തിരഞ്ഞെടുത്തു, ആട്ടിടത്തിൽ നിന്ന് അവനെ വരുത്തി. തന്റെ ജനമായ യാക്കോബിനെയും തന്റെ അവകാശമായ ഇസ്രായേലിനെയും മേയിക്കേണ്ടതിന് അവൻ അവനെ തള്ളിയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ അവൻ ഹൃദയത്തോടെ അവനെ മേയിച്ചു, കൈമെഴുപ്പോടെ അവനെ നടത്തി. നമുക്ക് വളരെ സുപരിചിതമായ സംഭവങ്ങളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഈ സങ്കീർത്തനം എഴുതിയത് നാം കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ ആസാഫ് എന്ന ലേവ്യനായ ഒരു സംഗീതജ്ഞനാണ്. നിയമപെട്ടകത്തിന്റെ മുമ്പിൽ ആരാധനയും സ്തുതിയും അർപ്പിക്കുവാനായിട്ട് യെരൂശലേം ദേവാലയത്തിൽ ദാവീദ് രാജാവ് നിയമിച്ച അനുഗ്രഹീതനായ സംഗീത പ്രമാണി. ആസാഫ് നമ്മെ ഓർപ്പിക്കുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. ഈ ആസാഫ് 12 സങ്കീർത്തനങ്ങൾ രചിച്ച ഒരു സംഗീതജ്ഞനാണ്. എന്നാൽ അദ്ദേഹം ഈ ആരാധന മുന്നോട്ട് പോകണം എന്നുള്ള ഉദ്ദേശത്തിൽ തൻ്റെ മക്കളെ മുഴുവൻ ഈ ആരാധനയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരു അനുഗ്രഹീതനായ സംഗീതജ്ഞനായിരുന്നു ആസാഫ്. അന്ന് ആസാഫ് അങ്ങനെ തൻ്റെ കുഞ്ഞുങ്ങളെ ദൈവവേലയിൽ സമർപ്പിച്ചുവെങ്കിൽ നമുക്ക് ഇന്നായിരിക്കുന്നത് പോലെ, ആരാധനയിലൊക്കെ ആയിരിക്കുന്നത് പോലെ, നമ്മുടെ കുഞ്ഞുങ്ങളെ എത്ര പേർ ദൈവത്തിന് വേണ്ടി തുടർന്നും ആരാധന നിലനിൽക്കണം, ദൈവത്തിന് നാമം ഓർത്തപ്പെടണം എന്നുള്ള വിശ്വാസത്തോടു കൂടി, എന്നുള്ള ആലോചനയോടുകൂടി ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറാകുന്നു എന്നുള്ളൊരു വെല്ലുവിളിയാണ് ഈ സങ്കീർത്തനത്തിൽ കൂടെ ദൈവം നമ്മെ ഇപ്പോൾ ഓർപ്പിക്കുന്നത്. അതിൻ്റെ 39 മുതൽ 72 വാക്യങ്ങളാണല്ലോ നാം വായിച്ചത്. അതിൻ്റെ 32, 39 മുതൽ 41 ഉള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, നാം ജീവിതത്തിൽ പാപം ചെയ്ത ദൈവത്തോട് അവിശ്വസ്തത കാണിക്കുന്നുവെങ്കിലും അവൻ കരുണയുള്ളവനായതുകൊണ്ടാണ് നാം ഇന്ന് നിലനിൽക്കുന്നത് എന്ന് ഓർപ്പിക്കുവാനായിട്ടാണ് ആ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത്.
തുടർന്ന് 42 മുതൽ 55 വാക്യങ്ങൾ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളെ മറന്നു കളഞ്ഞ ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെയൊക്കെ ദൈവത്തെ മറന്നു കളയാൻ സാധ്യതയുണ്ടെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് ഉണ്ടായതായ അനുഭവമാണ് ദൈവം നമ്മെ ഈ വാക്യങ്ങളിൽ കൂടി ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ 56 മുതൽ 64 വരെയുള്ള വാക്യങ്ങളിൽ വിഗ്രഹാരാധനയും വ്യാജ ആരാധനയും കൊണ്ട് ദൈവത്തെ പ്രകോപിപ്പിച്ച നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ അവിശ്വസ്തയെ ദൈവം വീണ്ടും ഇവിടെ ഓർപ്പിക്കുന്നു. നമുക്ക് ഇന്ന് പലരും ദൈവത്തെ ആരാധിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വ്യാജമായ ആരാധന എന്നുള്ളതാണ്. അതിന്റെ ഡെഫിനിഷൻ നമുക്ക് പ്രത്യേകമായി പറയേണ്ടതായിട്ട് ആവശ്യമില്ല. നമ്മുടെ ഹൃദയം കൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതം കൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുന്നില്ലെങ്കിൽ അതൊരു വ്യാജമായ ആരാധനയാണെന്ന് ദൈവം ഈ വാക്കുകൾ കൂടി നമ്മെ ഓർപ്പിക്കുന്നു. തുടർന്ന് 65 മുതൽ 72 വാക്യങ്ങളിൽ ദൈവത്തിന്റെ പ്രതികരണം അവിടെ കാണിക്കുന്നു. അവൻ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? അവൻ എഫ്രൈമിനെ തള്ളിക്കളഞ്ഞു, യഹൂദയെ തിരഞ്ഞെടുത്തു. ദൈവം നമ്മയൊക്കെ തള്ളിക്കളയുവാനും തിരഞ്ഞെടുക്കുവാനും ശക്തിയുള്ളവനാണ്. അവൻ നമ്മുടെ നിർമ്മാതാവായതുകൊണ്ട്, അവന്റെ ഉടമസ്ഥനായതുകൊണ്ട് അവൻ അങ്ങനെ തന്നെ ചെയ്യും. അതുകൊണ്ട് അവൻ എഴുതിയിരിക്കുന്നു, അവൻ എഫ്രൈമിനെ തള്ളിക്കളഞ്ഞു, യഹൂദയെ തിരഞ്ഞെടുത്തു, അവൻ ദാവീദിനെ രാജാവായി വാഴിച്ചു എന്ന് അവിടെ നാം വായിക്കുന്നു. ഇവിടെ നിന്ന് പല കാര്യങ്ങൾ നാം ദൈവത്തിന്റെ സന്നിധിയിൽ നാം മനസ്സിലാക്കണം എന്നാണ് നാം എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് വിശ്വസ്തയോടെ ജീവിപ്പാൻ ദൈവം നമ്മെ ഈ സങ്കീർത്തനം ഓർപ്പിക്കുന്നു. അതുമാത്രമല്ല, മാതൃകയില്ലാത്ത ആരാധന മാറ്റിവെച്ച് പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ ആരാധിക്കണമെന്ന ദൈവം ഈ സങ്കീർത്തനത്തിൽ കൂടെ നമ്മെ ഓർപ്പിക്കുന്നു. മൂന്നാമതായിട്ട്, ദൈവത്തിന് തീരുമാനങ്ങൾക്കും പദ്ധതികൾക്കും ദാവീദിനെ പോലെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് ഈ സങ്കീർത്തനം നമ്മെ ഓർപ്പിക്കുന്നു. അവസാനമായിട്ട്, അനേകരെ ദൈവത്തിന് വേണ്ടി നേടുന്നവരായി, വിശ്വസ്തരായി, ഒരു നല്ല ദാവീദായി ജീവിപ്പാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതാണ് ദൈവം ഈ സങ്കീർത്തനത്തിൽ കൂടെ ഓർപ്പിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകമായ വാക്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ശീലോവിനെ കുറിച്ചാണ്. ശീലോവ് എന്ന് പറയുന്നാൽ എന്താണെന്ന് നമുക്കെല്ലാം ഒരുപക്ഷെ നല്ലതുപോലെ ഉണ്ടായിരിക്കാം. ദൈവത്തിന്റെ പെട്ടകം വെച്ചിരുന്ന സ്ഥലമാണ് ശീലോവ്. ശമൂവേൽ പ്രവാചകന്റെ അമ്മ ഹന്ന പ്രാർത്ഥിച്ച സ്ഥലമാണ് ശീലോവ്. ശമൂവേൽ പ്രവാചകൻ വളർന്ന സ്ഥലമാണ് ശീലോവ്. ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലമാണ് ശീലോവ്. എന്നാൽ പിന്നീട് ആ ശീലോവിന് എന്ത് പറ്റിയെന്ന് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ പാപജീവിതവും വിഗ്രഹാരാധനയും വ്യാജമായ ആരാധനയും കൊണ്ട് ദൈവം ശീലോവിനെ തകർക്കുവാൻ സമ്മതിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. AD BC 1080 ഫെലിസ്ത്യർ വന്ന് ആ ശീലോവ് തകർത്തു കളഞ്ഞതായി ചരിത്രം നമ്മെ ഓർപ്പിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ പാപജീവിതവും നമ്മുടെ അവിശ്വസ്തയും നമ്മുടെ വ്യാജ ആരാധനയും ഒരു ജനതയെ തന്നെ ഇല്ലാതാക്കുവാൻ ചിലപ്പോൾ കാരണമായി തീരുമെന്ന് ഈ സങ്കീർത്തനം നമ്മെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദമുള്ള ആരാധനയായി സമർപ്പിക്കാം. ശീലോവ് ഒരുപക്ഷെ ദൈവത്തിന്റെ സ്ഥലം, ദൈവത്തിന് ആരാധനയുള്ള ഇടങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മുടെ പാപജീവിതം കൊണ്ട് തകർത്തു കളയുവാൻ ദൈവത്തിന് ഒരുപക്ഷെ തീരുമാനമെടുക്കുവാനുള്ള അധികാരമുണ്ട് എന്ന് ദൈവം നമ്മെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ ശീലോവിന് മറ്റൊരു ഇന്റർപ്രിട്ടേഷൻ ഉള്ളത് മശിഹ എന്നുള്ളൊരു ഇന്റർപ്രിട്ടേഷൻ കൂടെയുണ്ട്. ഒരുപക്ഷെ മശിഹയെ കുറിച്ചുള്ള ഒരു സന്ദേശമായിരിക്കാം ഈ വാക്കുകൾ കൂടെ ആസാഫ് നമ്മെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ പോലെ നമ്മൾ പാപത്തിൽ വീണു പോകാതെ, ദൈവത്തിൽ നകന്നു പോകാതെ, ഒരു വ്യാജമായ ആരാധനയിലോട്ട് കടന്നു പോകാതെ, നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുടുംബത്തെയും ദൈവത്തിന് സന്നിധിയിൽ വിശ്വസ്തരായി സമർപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി എന്നും ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവരായി ദൈവത്തിന്റെ പദ്ധതിക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായി തീരുവാൻ ഈ സങ്കീർത്തനത്തിൽ കൂടെ ദൈവം നമ്മെ ഇടയാക്കട്ടെ. അതിനായി നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ സമർപ്പിക്കാം. അതിന് പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, അല്പസമയം ആരാധനയ്ക്കായി ഉള്ള സമയമാകുന്നല്ലോ. നമ്മൾ ഹല്ലേലൂയ അതിശക്തമായ ഒരു സങ്കീർത്തന ധ്യാനം നമ്മൾ കേട്ടു. അതിനു മുമ്പ് നമ്മൾ ചില വിഷയങ്ങളെയൊക്കെ കർത്താവിൻ്റെ പാദപീഠങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മുടെ നൊമ്പരങ്ങളൊക്കെ കർത്താവിൻ്റെ മുമ്പിൽ പകർന്നു. ഹല്ലേലൂയ. സങ്കീർത്തനം വളരെ വ്യക്തമായി നമ്മളോട്
ഇടപെട്ടു. ഹല്ലേലൂയ. 78-ാം സങ്കീർത്തനം, ആസാഫിന്റെ സങ്കീർത്തനം, അതൊരു വലിയ സങ്കീർത്തനമായാണ് നമ്മുടെ മുമ്പിൽ വരച്ചു വെക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ 2 ദിവസമായി അതിനെ ധ്യാനിച്ചപ്പോൾ പല ചിന്തകൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്നു. കർത്താവ് എങ്ങനെ നമ്മളെ കാണുന്നു, അവന്റെ മുമ്പിൽ നാം അടുത്ത് ചെല്ലുമ്പോൾ. ഹല്ലേലൂയ. ആസാഫ് പറയുന്നത്, ആസാഫ് ആദ്യം പറഞ്ഞത്, എന്റെ ജനമേ എന്റെ ഉപദേശം ശ്രദ്ധിപ്പീൻ, എന്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായിപ്പീൻ. അങ്ങനെ തുടങ്ങിയ ആസാഫ് ദൈവത്തിന്റെ കോപത്തെക്കുറിച്ചും അവന്റെ ശിക്ഷയെക്കുറിച്ചും എല്ലാം പറഞ്ഞു. എന്നാൽ ഈ ജനത്തോട് ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് മറുതലിക്കുമ്പോൾ അവൻ എങ്ങനെ ഇടപെടുന്നു എന്ന് കണ്ടു. എന്നാൽ ഹൃദയ നുറുക്കത്തോടെ ഹല്ലേലൂയ അവന്റെ പാദപീഠത്തെങ്കിലേക്ക് കടന്നു വരുമ്പോൾ മാറോട് ചേർക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് ഇതിലൂടെ വായിക്കുവാനും ഇതിലൂടെ ഗ്രഹിക്കുവാനും ഒക്കെ നമ്മൾക്ക് സാധിച്ചു. ഇതിന്റെ ഈ 78-ാം സങ്കീർത്തനത്തിന്റെ 70-ാമത്തെ വാക്യം എന്നെ കൂടുതലായി ആകർഷിച്ച ഒരു വാക്യമാണ്. ഇതിങ്ങനെയാ പറയുന്നത്, അവൻ തന്റെ ദാസനായ ദാവീദിനെ തെരഞ്ഞെടുത്തു, ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി. ഹല്ലേലൂയ. ദാവീദ് എവിടെ കിടന്നവനാണ്? ആമേൻ. ഷായിയുടെ മക്കളിൽ ഏറ്റവും തള്ളപ്പെട്ടവൻ. ഹല്ലേലൂയ. അങ്ങനെ അങ്ങ് കാട്ടിൽ ആടിനെ മേയിച്ചുകൊണ്ട് നടന്നവനെ ആട്ടിൻ തൊഴുത്തിൽ നിന്നും ഹല്ലേലൂയ തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവം എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിത ക്രമവുമായി ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ അത് തന്നെ ഒരു വലിയ പാഠമാണ്. ഹല്ലേലൂയ. എല്ലാ അനുഗ്രഹത്തിന്റെ മധ്യത്തിലും ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ഹൃദയം പൊട്ടിക്കൊണ്ട് ഹല്ലേലൂയ, യേശുവേ ഞാൻ നിന്നോട് കർത്താവേ ദൈവമേ ഞാൻ നിന്നോട് പാപം ചെയ്തു എന്ന് നിലവിളിച്ചുകൊണ്ട് എന്റെ കർത്താവിന്റെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോൾ, ഓ പഴയ സ്നേഹം കൊടുത്ത് മാറോട് ചേർത്തൊരു ദൈവമാണ് നമുക്കുള്ളത്. അങ്ങനെ ജീവിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ ഈ പകൽക്കാലം എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഈ ഹാളിലും സൂമിന്റെ പരിധിയിലുമായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ ഏത് പാപവും ആയിക്കോട്ടെ, ഹല്ലേലൂയ കർത്താവിനെ നോക്കിയാൽ നമ്മളിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ കാണും. മറ്റുള്ളവർക്ക് നമ്മളെ നോക്കിയാലും നമ്മുടെ ഉള്ളിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ഇടപെടലിലൊക്കെ കുറവുകൾ കണ്ടെത്താം. എന്നാൽ എല്ലാ കുറവിനെ മായ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കാൽവറിയിൽ തന്റെ അവസാന തുള്ളി രക്തം വരെ തന്ന് നമ്മളെ വീണ്ടെടുത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് നാം കടന്നു വരുന്നെങ്കിൽ അവൻ നമ്മളെ മാറോട് ചേർക്കും. അതാണെന്ന് സങ്കീർത്തനം നമ്മളോട് പറഞ്ഞത്. ഓ അവനോട് ഹല്ലേലൂയ ചേർന്ന് വരുമ്പോൾ, അവനോട് നാം അടുത്തു വരുമ്പോൾ നമ്മളെ ചേർത്തണയ്ക്കുന്ന ഒരു ദൈവത്തിന്റെ കൃപ. അതുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് അല്പസമയം ആരാധിക്കാം. എല്ലാ വിചാരങ്ങളെയും ഹല്ലേലൂയ ഒന്ന് മാറ്റി നിർത്തിയിട്ട് എന്റെ കർത്താവിന്റെ പാദപീഠത്തിലേക്കൊന്ന്, അവന്റെ മുഖത്തേക്കൊന്ന് നോക്കുമോ? അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ആരോഗ്യമുള്ളവര് അവര് ആയിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഹല്ലേലൂയ അല്പസമയം നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. പാട്ടുകാരൻ എങ്ങനെയാ പറയുന്നത്? നിൻ തിരുസന്നിധിയിൽ ഞാനിതാ കുമ്പിടുന്നു. ഒരു നിമിഷം നമ്മളെ തന്നെ ഹല്ലേലൂയ എന്റെ യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമോ? ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനങ്ങളെല്ലാം നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ എന്റെ യേശുവിന്റെ മുഖത്തേക്കൊന്ന് നോക്കി അവന്റെ മുമ്പിൽ ഒന്ന് കുമ്പിടുമോ? നിന്റെ തിരുസന്നിധിയിൽ ഞാനിതാ കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല, നിന്റെ ദയയാൽ മാത്രം ഞാൻ ഇന്ന് കുമ്പിടുന്നു. ആരെങ്കിലും അവന്റെ മുമ്പിൽ തല വണക്കുന്നെങ്കിൽ നമ്മുടെ ആരുടെയും കഴിവല്ല. ഹല്ലേലൂയ. അതിനുള്ള ആരോഗ്യവും കൃപയും തന്നത് എന്റെ ദൈവമാണ്, എന്റെ യേശുവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവന്റെ മുമ്പിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ്. വൻ ഭാരങ്ങളാൽ, വൻ പാപങ്ങളാൽ ഞാൻ വലഞ്ഞപ്പോൾ, വേദനിച്ചപ്പോൾ എന്നെ ചേർത്ത് നിർത്തിയ ഒരു ദൈവമുണ്ട്. മാരക രോഗങ്ങളാൽ ഹല്ലേലൂയ എന്റെ മനം നേറിയപ്പോൾ, ഓ എന്നെ ചേർത്തണച്ച ഒരു ദൈവമില്ലേ? ഈ ശബ്ദത്തിന്റെ പരിധിയിൽ ആയിരിക്കുന്ന ദൈവജനമേ, ഏതെല്ലാം അനുഭവങ്ങളിലൂടെ നാം കടന്നു പോയിട്ടുണ്ട്, അവിടെയെല്ലാം എന്റെ ദൈവം നമ്മളെ ചേർത്ത് നിർത്തിയില്ലേ? അവിടെയെല്ലാം എന്റെ കർത്താവ് നമ്മളോട് ദയ തോന്നിയില്ലയോ? അതുകൊണ്ട് ഹല്ലേലൂയ ഒരു നിമിഷം എല്ലാ കുറവുകളും ഒന്ന് ഏറ്റുപറഞ്ഞാട്ട് അവന്റെ മുമ്പിലേക്കൊന്ന് കടന്നു വന്ന ഒന്ന് കുമ്പിട്ടാട്ട് എന്ത് ഭാരവും മാറ്റാവുന്ന വാഗ്ദത്തം തന്ന
ഒരു ദൈവം, ഏത് രോഗവും സൗഖ്യമാക്കുവാൻ കഴിവുള്ള ഒരു ദൈവം. ഹല്ലേലൂയ. അവന്റെ മുമ്പിലേക്ക് നമ്മളെ സമർപ്പിക്കാം. ശാന്തമായി ഞങ്ങളോടൊപ്പം ഈ ഗാനം കൂടി ഏറ്റുപാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. നിൻ തിരുസന്നിധിയിൽ ഞാനിതാ കുമ്പിടുന്നു. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി. ഓ സ്തോത്രം യേശുവേ. യേശുവേ സ്തോത്രം. ഓ ഗ്ലോറി. കൃപ വ്യാപരിക്കുന്നു. ആമേൻ.
വാഴ്ത്തട്ടെ. ശുദ്ധർ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആ ഉന്നതനായ ദൈവത്തെ ഹല്ലേലൂയ ഇന്നും പാടുവാൻ നമുക്ക് കൃപ ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു ഗാനം കൂടി പാടാം. ഹല്ലേലൂയ. ഇതും സൗഖ്യവുമായി ബന്ധപ്പെട്ട ഒരു ഗാനമാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന ശക്തമായ ഒരു ഗാനം, ദൈവ കൃപയിൽ ഞാൻ ആശ്രയിച്ച്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജോൺ ചാൾസ് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ ഹല്ലേലൂയ, ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ഹല്ലേലൂയ പൈതല് രോഗാതുരനായി ഹല്ലേലൂയ മരണത്തോടും മല്ലടിക്കുമ്പോൾ ആ പാവം സാധു മനുഷ്യന്റെ ഹല്ലേലൂയ ഹൃദയത്തിൽ തോന്നിയ ഒരു പാട്ടാണിത്. ഹല്ലേലൂയ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ്, ഓ ഹല്ലേലൂയ, അനുഗമിച്ചിട്ട് ഞാൻ അവനുടെ ചുവടുകളെ. ഈ ഗാനം അവന്റെ ആ ദാസന്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ആ പൈതലിന് ലോക സൗഖ്യം ലഭിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം. ദൈവകൃപയിൽ നീ ആശ്രയിച്ചാൽ നിന്റെ രോഗത്തിന് വിടുതലുണ്ട്, നിന്റെ ശാപത്തിന് വിടുതലുണ്ട്, നിന്റെ വ്യാധികൾക്ക് വിടുതലുണ്ട്, നിന്റെ ഭാരങ്ങൾക്ക് വിടുതലുണ്ട്. വിശ്വസിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഹല്ലേലൂയ. നിന്റെ ഭാരം എന്തുവായിക്കോട്ടെ, നിന്റെ ആവശ്യം എന്തുവായിക്കോട്ടെ, ഓ നടത്തി തരുവാൻ, ഓ വിടുതലയക്കുവാൻ കഴിവുള്ള ഒരു കർത്താവിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം പറയാം. ഹല്ലേലൂയ. ഒരുമിച്ച് കരങ്ങളടിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. ഒരു കൈത്തിരി
ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളിൽ അനുഗമിച്ചിടും അവനുടെ ചുവടുകളിൽ അനുഗമിച്ചിടും അവനുടെ ചുവടുകളിൽ. ഹല്ലേലൂയ. Hallelujah. മനോഹരമായ ഒരു പകൽക്കാലം കൂടി കർത്താവിനെ ആരാധിക്കുന്ന ആരോഗ്യത്തിനായി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്, ആയുസ്സിനായി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്, അവൻ നൽകിയ കൃപയ്ക്കായി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തമായിരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാവരെയും ഓഫ്ലൈനായും ഓൺലൈനായും കൂടി വന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ, അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന ധ്യാനം കേൾക്കുവാൻ, സങ്കീർത്തനത്തിൽ കൂടെ പൗലോസൻ ഓർപ്പിച്ചതുപോലെ ആട്ടിൻ തൊഴുത്തുകളിൽ കിടന്ന നമ്മളെ ഒരു തൊഴുത്തിൽ നിന്ന് വരുന്ന അനുഭവം, നാറ്റം വച്ച അനുഭവത്തിൽ നിന്ന് എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗമാണ് പൗലോസൻ പറഞ്ഞത്. നാറ്റം വമിച്ച അവസ്ഥയിൽ നിന്ന് ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് നമ്മെ നടത്തിയ ഒരു ദൈവത്തെ ആരാധിപ്പാൻ, നമ്മുടെ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കടന്നു വന്ന എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകാൽ നമ്മുടെ രാജബ്രദറിനോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പൗച്ചാന് ഇന്ന് കൂട്ടായ്മയില്ലാത്തതിൻ്റെ കാരണം തൻ്റെ കൊച്ചു മകൻ്റെ മാമോദീസ ഇന്ന് അബുദാബി പള്ളിയിൽ വെച്ച് നടക്കുകയായിരുന്നു. അതിനായി കടന്നു പോയിരിക്കുക. അതുകൊണ്ട് അബാബുച്ചാൻ ഇന്നില്ലാത്തത്. നമ്മുടെ ലിജു ബ്രദറും ജോർജ് ബ്രദറും നാട്ടിലേക്ക് കടന്നുപോയി. ഇവിടെ യാത്രയൊക്കെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ദൈവവചന ശുശ്രൂഷയ്ക്കായി നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്നത് റവറൻ വില്യം എബ്രഹാം അച്ഛനാണ്. അച്ഛൻ എന്നെ പരിചയമില്ലെങ്കിലും എനിക്ക് വളരെയധികം താല്പര്യമുള്ള ഒരച്ഛനാ ഇന്നത്തെ മെസ്സേജിന് കടന്നു വന്നിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 95-2000 ആ ഇടയ്ക്കാണ് അച്ഛൻ കുവൈറ്റിൽ പള്ളിയിലെ വികാരിയായിരിക്കുമ്പോൾ നമ്മുടെ ദുബൈ ഊതുമേത്തയിലുള്ള നമ്മുടെ പോർട്ടബിൾ ക്യാബിന് വെച്ചുള്ള മീറ്റിങ്ങിൽ അച്ഛൻ 2 പ്രാവശ്യം സംബന്ധിച്ചതായിട്ട് എൻ്റെ അറിവ്. എങ്കിലും ആദ്യത്തെ മീറ്റിങ്ങിൽ അച്ഛൻ വന്ന് സംബന്ധിച്ചത് അന്ന് ആ കൂട്ടായ്മയിലുള്ള ആർക്കും ഇന്നുവരെ മറക്കാനൊക്കാത്ത ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് ഫാസ്റ്റിംഗ് പ്രെയറിൽ എൻ്റെ ഓർമ്മയിൽ ജനങ്ങൾ ഇരിക്കുന്ന സ്ഥലം മറന്ന് ആരാധിച്ച ഒരു ദിവസമായിരുന്നു അച്ഛൻ്റെ ആദ്യത്തെ ദിവസത്തെ ആ ശുശ്രൂഷ. ഒരുപക്ഷെ അച്ഛനും വിട്ടുപോയി കാണുമായിരിക്കാം. എന്നാൽ എൻ്റെ ഓർമ്മയിൽ കൂടി വരുന്നത് ചാവാറായ ശേഷിപ്പുകളെ പരിപാലിക്കുന്ന ദൈവം, പ്രവാചക ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നുള്ള ചോദ്യത്തോട് ചേർന്ന് അച്ഛൻ തൻ്റെ ജീവിതാനുഭവം പങ്കിട്ടത്, നടത്തിയ വഴികൾ, എനിക്ക് ഒത്തിരി പറയാനുണ്ടതിനെക്കുറിച്ച്, നടത്തിയ വഴികളെക്കുറിച്ച്, അച്ഛൻ ആയിരുന്ന സ്ഥാനങ്ങൾ എവിടെയായിരുന്നു, ഇപ്പോൾ എവിടെയായിരിക്കുന്നു എന്നുള്ള ആ വലിയ ആഹ്വാനം, ആ വലിയ സാക്ഷ്യം അന്നത്തെ കൂട്ടായ്മയ്ക്ക് ഒരു വലിയ ബലമായി, ആത്മാവിൽ ജനങ്ങൾ ആരാധിക്കുന്നത് നേരിൽ കാണുവാൻ എനിക്കും അനുഭവമുണ്ടായി.
അവസാനം അച്ഛനും ഒരു ആത്മനിറവിൽ മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ ഒരു സഹോദരൻ ഒരു പാട്ട് പാടിയാണ് അന്നത്തെ ആ ശുശ്രൂഷ ഒരു ഇതിൽ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു അനുഭവം ലഭിച്ചത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അച്ഛൻ എന്നെ പരിചയമില്ലെങ്കിൽ പോലും അച്ഛനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, അച്ഛൻ്റെ ശുശ്രൂഷകളെ സ്നേഹത്തോടെ കാണുന്ന ഒരു വ്യക്തിത്വവും ഒരു കൂട്ടായ്മയുമാണ് ഇത്. അച്ഛൻ രണ്ടാമതും ഈ കൂട്ടായ്മയിൽ കടന്നു വന്നു. അതൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ കോശിവരൽ കൂടിയാണ് പ്രിയ അച്ഛനെ നമുക്ക് ലഭിച്ചത്. പ്രിയ അച്ഛന് കടന്നു വന്നതിലുള്ള സ്നേഹം, സന്തോഷം അറിയിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അച്ഛൻ ഇപ്പോൾ റിട്ടയർ ചെയ്ത് കുമ്പനാട് ദേശത്ത് പാർത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയ അച്ഛനോട് ഫ്രൈഡേ ഫാസ്റ്റ് ബ്രെയറിൻ്റെ പേരിലുള്ള എല്ലാ സ്നേഹവും സന്തോഷവും കൂട്ടായ്മയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അച്ഛനെ ദൈവജന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. കർത്താവിന്റെ പുനർനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും എന്നെ കേൾക്കാമല്ലോ അല്ലേ? ഹലോ, കേൾക്കാം. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും 10, 25, 25 അല്ല അതിൽ കൂടുതൽ വർഷങ്ങൾക്ക് ശേഷം ഈ ഗ്രൂപ്പില് വീണ്ടും ദൈവവചനവുമായി വരുവാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. പ്രിയ സഹോദരൻ പറഞ്ഞതുപോലെ ഞാൻ ആ കാര്യങ്ങള് ഓഫ് കോഴ്സ് ഇപ്പോൾ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ വിസ്മരിച്ചു പോയിരുന്നു. എന്നാലും ദുബായി ഞാൻ സന്ദർശിച്ചതും കൂട്ടത്തില് സംബന്ധിച്ചതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു. അന്ന് നേരിൽ ശുശ്രൂഷിപ്പാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇപ്പോൾ ഇങ്ങനെ ഓൺലൈനായിട്ട് സൂമിൽ കൂടെ നമുക്ക് ഒന്നിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഇരിപ്പാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ബഹുമാനമുള്ള കോശി ബ്രദർ, ഞങ്ങൾ ഒന്നിച്ച് സ്കൂളിൽ സഹപാഠികളായി പഠിച്ചതാണ്. കോശി ബ്രദറാണ് എന്നെ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കോശിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നേരിൽ കണ്ട് ശുശ്രൂഷിക്കുവാൻ കർത്താവ് അവസരം തരട്ടെ. ഇല്ല എങ്കിൽ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളൊക്കെ ഒന്നിച്ചായിരിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്കറിയാം ഹാളിന്റെ സമയപരിമിതി, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇൻട്രഡക്ഷൻ പറയുന്നില്ല. എങ്കിലും 40 വർഷം CSIയുടെ മധ്യകേരള മഹായിടവകയിലെ ഒരു പട്ടക്കാരനായി കേരളത്തിനകത്തും പുറത്തും ഒക്കെയായി ശുശ്രൂഷ ചെയ്തിട്ട് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് കുമ്പനാട് ദൈവാലയത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരം കുമ്പനാട് ഒരു 10 സെന്റ് സ്ഥലം വാങ്ങി ഒരു കൊച്ചു വീട് പണിത് ഇവിടെ പാർത്തുകൊണ്ട് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നു. ദൈവം അയക്കുന്നിടത്തൊക്കെയും ദൈവവചനവുമായിട്ട് കടന്നു പോകുന്നു. ക്ഷണിക്കുന്ന പള്ളികളിലൊക്കെ കടന്നു പോകുന്നു. അല്ലാത്തപ്പോൾ കുമ്പനാട് പള്ളിയിൽ ആരാധനയിൽ സംബന്ധിക്കും. എൻ്റെ ഒറ്റ ആഗ്രഹം മരണത്തോളം അവസാന ശ്വാസം വരെ എൻ്റെ കർത്താവിൻ്റെ വചനവുമായി ദൈവം അയക്കുന്നിടത്തൊക്കെയും കടന്നുപോയി കർത്താവിൻ്റെ വേല ചെയ്ത് അനേകരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവെ അങ്ങയുടെ വചനം പറയുവാൻ എനിക്ക് സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ജീവിതം ഈ ഭൂമിയിൽ വേണ്ട. അതുകൊണ്ട് ആരോഗ്യത്തോടെ ദൈവ നിയോഗങ്ങൾ ലഭിച്ച് കടന്നു പോകുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ എന്നെ വഹിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ക്രൈസ്തവ ജീവിതത്തെ 2 പ്രധാന കാര്യങ്ങളോട് ഉപമിച്ചിട്ടുണ്ട്. ഒന്ന്, പോർക്കളത്തിൽ പോരാടുന്ന ഒരു പോരാളിയോട് പൗലോസ് അവസാന നിമിഷത്തിൽ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതുവെന്ന്. 2, ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു ആത്ലറ്റിനോടും ക്രൈസ്തവ ജീവിതത്തെ പൗലോസ് ഉപമിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തില് ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ് പ്രാപിക്കുന്നവൻ ഒരുവനേ ഉള്ളൂ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവീൻ എന്ന പൗലോസ് ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോ
ക്രൈസ്തവ ജീവിതം ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു കായിക അഭ്യാസിക്ക് തുല്യമാണ്. നമ്മളെല്ലാവരും ഓടുകയാണ്. CSI-കാരും മർത്തമക്കാരും ഓർത്തഡോക്സുകാരും കത്തോലിക്കരും ബന്ധക്കോസ്തുകാരും ബ്രദറുകാരും എല്ലാവരും ഓടുകയാണ്. ആരോട് ചോദിച്ചാലും ജീവിതത്തിന്റെ അവസാന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ പ്രിയം വരുമ്പോ അവന്റെ കൂടെ പറന്നു പോയാൽ മതി എന്ന് എല്ലാവരും പറയും. ഇതോടെ കള്ളു കുടിച്ചു ബോധമില്ല കിടക്കുന്ന ആളിനെ വിളിച്ചു വളർത്തി എന്താ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ പറയും. എന്നാൽ ഈ ഓട്ടക്കളത്തിൽ ഓടുവാനായിട്ട് രണ്ട് കാര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഒന്ന്, ഒരു തിരഞ്ഞെടുപ്പ് വേണം. ഓടി പരിശീലനം സ്വയം നേടിയാലും ഞാൻ ഓടുവാൻ പ്രാപ്തനാണെന്ന് സ്വയം തോന്നിയാലും ഒരു മത്സര ഓട്ടത്തിൽ ഓടണമെങ്കിൽ അതിന് ഒരു സെലക്ഷൻ വേണം. ഒരു തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ആവശ്യമാണ്. രണ്ടാമത്, ഈ ഓട്ടക്കളത്തിൽ ഓടുന്നവർക്ക് ഒരു ലക്ഷ്യമുണ്ടാകണം. എങ്ങോട്ടേലും ഓടിത്തീർത്താൽ പറ്റില്ല. അതിനൊരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്. ആ ഫിനിഷിംഗ് പോയിന്റ് ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കണം ഈ ഓട്ടക്കളത്തിൽ ഓടുന്ന ആള് ഓടേണ്ടുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ക്രൈസ്തവ ജീവിതത്തിലെ ക്രിസ്ത്യാനിയായി ജനിച്ച എല്ലാവർക്കും ഈ ഒരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ലക്ഷ്യം കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ വലിയ ദൈവരാജ്യത്തിലെ നിത്യരാജ്യത്തിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ലക്ഷ്യത്തോടുകൂടെ നമ്മൾ ഓടുക. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ഞാൻ മുമ്പേ പറഞ്ഞ വാക്കിൽ ഓർമ്മിപ്പിക്കുന്നത്, ഓട്ടക്കളത്തിൽ ഓടുന്നവൻ അനേകർ ആണെങ്കിലും ബിരുദ പ്രാപിക്കുന്നവൻ ഒരുവനേ ഉള്ളൂ എന്ന് പറയുകയാണ്. ഒരുപക്ഷെ നമുക്ക് ബിരുദ പ്രാപിക്കുന്നവർ ചുരുക്കം ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആർക്കാണ് ഈ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ ബിരുദ പ്രാപിക്കുവാൻ കഴിയുന്നത് എന്ന് ചിന്തിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കുവാനായിട്ട് കഴിയില്ല എന്നുള്ളത്. അപ്പൊ the unique experience of being born again, വീണ്ടും ജനിക്കുക അല്ലെങ്കിൽ പുതുതായി ജനിക്കുക എന്നുള്ള അതുല്യമായ ജീവിതത്തിന്റെ അനുഭവമാണ് നമ്മളെ ദൈവരാജ്യത്തിലേക്ക് യോഗ്യതയുള്ളവരാക്കി തീർക്കുന്നത് എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയും. ഞാൻ ഈ പറഞ്ഞ ഒരു വാക്യം മാത്രമല്ല, പൗലോസ് വരെ പല ഭാഗത്തും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യതയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും ജന്മം പ്രാപിച്ച, എനിക്കറിയാം ഇതൊരു വെള്ളിയാഴ്ചത്തെ കൂട്ടമാണ്, വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കളാണ് എന്ന് എനിക്കറിയാം. എന്നാലും ഒരു കാര്യം ഓർമ്മിപ്പിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വീണ്ടും ജന്മം നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നത് ഒരു കർമ്മഫലത്തിലുമല്ല, മറിച്ച് വിശ്വാസത്താൽ അത്രേ. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുമ്പോൾ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നു, കൃപയാൽ അത്രേ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ കൂടെ റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന് അവിടെ പറയുന്നുണ്ട്. കഴിഞ്ഞകാല ജീവിതത്തിന്റെ പാപങ്ങളിൽ നിന്നുള്ള നീതീകരണം പ്രാപിക്കുന്നതും നമുക്ക് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താലാണ് എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്ന 1-2 വാക്കും കൂടെ ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുക. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വ്യർത്ഥവും പൃഥുപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രേ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പത്രോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നു, വ്യർത്ഥവും പൃഥുപാരമ്പര്യമായിട്ടുള്ള നിങ്ങളുടെ നടപ്പ്. നമ്മൾ എത്ര പാരമ്പര്യം പറഞ്ഞാലും, ഞാനങ്ങ് മതിലെ കളിച്ച മാപ്പിളയാണ്, എൻ്റെ അപ്പച്ചൻ എൻ്റെ വല്യപ്പച്ചനാണ് അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തത്,
പള്ളി പണിതത്, പള്ളിക്ക് കൊടുത്തത്, സ്ഥലം കൊടുത്തതെന്നൊക്കെ അവകാശം പറഞ്ഞാലും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ജീവിതചര്യ കൊണ്ടോ ക്രമീകരണം കൊണ്ടോ നേടിയെടുക്കാവുന്നതല്ല വീണ്ടെടുപ്പിന്റെ അനുഭവം. മറിച്ച് അത് കുഞ്ഞാടിന്റെ രക്തത്താൽ, പൊന്ന് വെള്ളി മുതലാതെ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ അത്രേ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പൗത്രോസ് അപ്പോസ്തലൻ പറയുക. രക്തത്താലുള്ള വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു എന്ന് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും ആത്മീകമായ മരണം പ്രാപിച്ച നമ്മളിലേക്ക് ഒരു വീണ്ടും ജനനം പ്രാപിപ്പാൻ ഒരു പുതുജീവൻ കടന്നു വരേണ്ടതായിട്ടുണ്ട്. ആ പുതുജീവൻ നമുക്ക് പകർന്നു തന്നത് കാൽവരി ക്രൂശിൽ അവസാനത്തെ തുള്ളി രക്തവുമൂറ്റിയ നമ്മുടെ കർത്താവിന്റെ തിരുരക്തത്താൽ അത്രേ. തിരുരക്തത്താലുള്ള വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തില് മാംസത്തിന്റെ ജീവൻ രക്തത്തിലാകുന്നു എന്ന് പറയുക. അപ്പോൾ യേശു കർത്താവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ അത് അവന്റെ ജീവനാലുള്ള വീണ്ടെടുപ്പാണ്. ആത്മീകമായി മരിച്ചവരായിരുന്ന, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ കാൽവരി ക്രൂശിന്റെ മഹോന്നതകളിൽ അവന്റെ ജീവൻ പകർന്നു തന്ന് നമുക്ക് പുതുജീവൻ നൽകി നമ്മളെ വീണ്ടെടുത്തു എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, പത്രോസ് അപ്പോസ്തലൻ അതേ അധ്യായത്തിൽ 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ പറയുന്നു, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോ അവന്റെ രക്തത്താൽ, അവന്റെ വചനത്താൽ, അവന്റെ വചനം എങ്ങനെയുള്ളതാണ്? ജീവനും എന്നേക്കും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്താൽ അത്രേ നാം വീണ്ടും ജനിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഞാൻ ആമുഖമായി പറഞ്ഞല്ലോ, ഞാനൊരു വെള്ളിയാഴ്ചത്തെ ഫാസ്റ്റിംഗ് പ്രേയറിനാ സംസാരിക്കുന്നത് എനിക്കറിയാം. എന്നാൽ രക്ഷയെക്കുറിച്ച് നിശ്ചയമുള്ളവരായി ജീവിക്കുന്നത്, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് നമുക്ക് ആലങ്കാരികമായി പറയാം, ഞാനൊരു വിശ്വാസിയാണ് എന്ന് ആലങ്കാരികമായിട്ട് നമുക്ക് പറയാം. നമുക്ക് കൂട്ടങ്ങളിലും നമുക്ക് പ്രാർത്ഥനകളിലും ഒക്കെ പലപ്പോഴും നമ്മൾ കൂട്ടങ്ങളിലും പ്രാർത്ഥനകളിലും ഒക്കെ വരുന്നത് പല കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടിയാ. കർത്താവേ, എനിക്കത് സാധിച്ചു തരണം, എനിക്ക് നല്ല വീട് തരണം, എനിക്ക് എൻ്റെ മക്കളെ നല്ല നിലയിൽ കെട്ടിച്ചയക്കണം, അല്ലെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടണം. ഇങ്ങനെ ദൈവസന്നിധിയിൽ നമുക്ക് നിരത്തി വെക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ സാധിക്കാനായിട്ട് പലപ്പോഴും ദൈവസന്നിധിയിൽ വരുന്നു. എന്നാൽ യേശുവിന്റെ രക്തത്താൽ, അവന്റെ വചനം എനിക്ക് പകർന്നു തന്ന പുതുജീവനാല് ഞാനൊരു വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലാണെന്നുള്ള നിശ്ചയത്തോടെ, ഉറപ്പോടെ ദൈവസന്നിധിയിലായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഈ ഇരിക്കുന്ന ഇരിപ്പില്, ഈ മാധ്യമത്തിൽ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആ ഒരു നിശ്ചയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നൊന്ന് ചോദന ചെയ്യാൻ. redeemed person, am I a saved person? ഞാനൊരു വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതല്, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലായി വീണ്ടെടുപ്പിന്റെ ജീവിതാനുഭവത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലായി ആയിരിക്കുന്നു എന്നുള്ള ഉറപ്പ് നിശ്ചയവും നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. എന്നാൽ വീണ്ടും പത്രോസിന്റെ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പത്രോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ വീണ്ടെടുപ്പിന് ഒരു വലിയ പ്രതിഫലമുണ്ട്. There is a reward for this great experience of redemption. 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തില് പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആമേൻ. അവിടെ പറയുന്നു, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് 2-3 കാര്യങ്ങൾ അത് അവിടെ പറയുന്നു. ഒന്ന്,
അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരു രക്ഷ ഉണ്ട്. ആ രക്ഷയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന നമ്മളെ ദൈവശക്തിയാൽ രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി, അപ്പോൾ നമ്മെ അവൻ ദൈവത്തിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്ന്, പരിശുദ്ധാത്മാവിനെ നമ്മുടെ കാര്യസ്ഥനായി, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്ന് സകല സത്യത്തിലും വഴി നടത്തുവാൻ നമ്മളോട് കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മളെ കാക്കുകയായി. എന്തിനാണെന്നറിയാമോ? അന്ത്യകാലത്ത് നിനക്ക് വേണ്ടി ഒരു രക്ഷ വെളിപ്പെടുവാനായിട്ടുണ്ട്. അതെന്താണ് എന്ന് അടുത്ത ഭാഗം പറയുന്നുണ്ട്. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായിട്ട് തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. നാം എന്തിനു വേണ്ടിയാ വീണ്ടും ജനിച്ചിരിക്കുന്നത്? നാം എന്തിനു വേണ്ടിയാ ദൈവമക്കളായിരിക്കുന്നത്? നാം എന്തിനു വേണ്ടിയാ വിശ്വാസികളായിരിക്കുന്നത്? ലോകത്തിന്റെ പല ആർഭാടങ്ങളും, ലോകത്തിന്റെ പല പ്രലോഭനങ്ങളും, ലോകത്തിന്റെ പല സുഖ സൗകര്യങ്ങളും വേണ്ട എന്ന് വെച്ചിട്ട് എൻ്റെ കർത്താവിന്റെ പാദപീഠത്തിങ്കല് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് കർത്താവിന് വേണ്ടി ആയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഒരു അവകാശം അവൻ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും എന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, അത് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ എൻ്റെ കർത്താവ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അവകാശമാണ്. ആ അവകാശത്തിനായിട്ട് നമ്മെ അവന്റെ ശക്തിയിൽ ദൈവം സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓട്ടം വ്യർത്ഥമല്ല, നമ്മുടെ വിശ്വാസം വ്യർത്ഥമല്ല, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം വ്യർത്ഥമല്ല. മറിച്ച് നാം ലോകം തരാത്ത, ലോകക്കാർക്ക് നേടിയെടുക്കുവാൻ കഴിയാത്ത ഒരു വലിയ അവകാശത്തിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അത് അന്ത്യകാലത്ത് നാം പ്രാപിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ഒന്ന് ചിന്തിപ്പാനായിട്ട്. ഈ ലോകത്തിന്റെ ശ്രേയസ്സുകളാണോ, അതോ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യ രാജ്യത്തിന്റെ അവകാശം പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് ഓടുവാനായിട്ട് സാധിക്കുമോ? ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. അത് ഇപ്പോൾ വെളിപ്പെട്ടിട്ടില്ല, എന്നാൽ അന്ത്യകാലത്ത് അത് വെളിപ്പെടുക തന്നെ ചെയ്യും. നാം അതിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ? ആ അവകാശത്തിലേക്ക് പ്രവേശിപ്പാൻ, അവകാശം സ്വായത്തമാക്കിക്കൊണ്ട് കർത്താവ് ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലത്തിൽ കർത്താവിനോട് കൂടെ ആയിരിക്കാൻ നാം ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ഒന്ന് ചിന്തിപ്പാനായിട്ട്. അങ്ങനെ അവന്റെ അവകാശത്തിൽ ചെന്നു ചേരുവാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കുവാനായിട്ട് 3 കാര്യങ്ങൾ പത്രോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തില് പറയുന്നത് ഞാൻ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. അത് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ 3 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പറയട്ടെ. SSE. ഒന്നാമത്തെ എസ്, സെറ്റ് യുവർ ഗോൾ. നമ്മുടെ ലക്ഷ്യം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 1:13 ഇങ്ങനെയാ പറയുന്നത്, ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. നിന്റെ ജീവിതത്തിന്റെ പ്രത്യാശ മുഴുവനും നിങ്ങൾക്ക് വരുവാനുള്ള ആ കൃപയിൽ വെച്ചുകൊള്ളുവാൻ. പത്രോസിന്റെ വാക്യങ്ങൾ പഠിച്ചാൽ ഒരു വാക്യത്തിൽ തന്നെ പത്രോസ് പല ആശയങ്ങൾ ഒന്നിച്ചു പറയുന്നതാണ്. ഇവിടെ പത്രോസ് പറയുക, മനസ്സുറപ്പിക്കുക. ഡോണ്ട് ബി എ വേവറിംഗ് ക്രിസ്ത്യൻ. പതറുന്ന ഒരു ക്രിസ്ത്യാനി ആകരുത്.
നമ്മൾ അനേകരെ കണ്ടിട്ടുണ്ട്. ദൈവസന്നിധിയിൽ കുറച്ചു നാൾ വരും, കുറച്ചു നാൾ പ്രാർത്ഥിക്കും, കുറച്ചു നാൾ ഉപവസിക്കും, അത് കഴിയുമ്പോൾ അവരെ കാണത്തില്ല. എൻ്റെ ശുശ്രൂഷയിൽ ഒത്തിരി പേരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ എപ്പോഴേലും അവരെ കാണുമ്പോൾ എന്താ ഇപ്പം പ്രാർത്ഥനയിലൊന്നും കാണുന്നില്ലല്ലോ, ഉപവാസ പ്രാർത്ഥന ഇല്ലല്ലോ, ദൈവാലയത്തിൽ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ചോദിക്കും, അച്ഛാ എന്തിനാ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ, എനിക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി ഒന്നും കിട്ടിയില്ല, ഇനി എന്തിനാ എന്ന് നിരാശയോടെ ചോദിക്കുന്ന അനേകരെ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ പത്രോസ് പറയുന്നു, നിങ്ങളുടെ മനസ്സ് ഉറച്ചിരിക്കട്ടെ. Be firm in your hope. നിന്റെ വിശ്വാസത്തിൽ, നിന്റെ പ്രത്യാശയിൽ മനസ്സുറച്ചിരിക്കണം. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, ഇരുമനസ്സുള്ളവൻ ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കയില്ല. സംശയിക്കാതെ വിശ്വസിക്കുവാൻ, സംശയിക്കാതെ ദൈവത്തിൽ ആശ്രയിപ്പാനായിട്ട്. രണ്ടാമത് ഈ വാക്യത്തിൽ തന്നെ മറ്റൊരു പദം പത്രോസ് ഉപയോഗിക്കുന്ന നിർമ്മതരായി. അത് ഞാൻ താഴോട്ട് വരുമ്പോൾ കുറെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് ആ വാക്ക് അങ്ങനെ വിടുക. നിർമ്മതരായി, നിർമ്മലരായി എന്ന് ഞാനത് പറയട്ടെ. ദൈവസന്നിധിയിൽ നിർമ്മലതയോടുകൂടെ ആയിരിക്കാനായിട്ട്. എന്നിട്ട് രണ്ട് പദങ്ങളും ചേർത്ത് പറഞ്ഞുകൊണ്ട് പറയുക, വരുവാനുള്ള ആ വലിയ പ്രത്യാശയെങ്കില് നിങ്ങൾ പൂർണ്ണമായിട്ടുള്ള പ്രത്യാശ വെച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ. സ്നേഹിത, എബ്രായർക്കെഴുതിയ ലേഖനത്തില് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട് സകല പാപവും മുറുകെ പറ്റുന്ന ഭാരവും വിട്ട് യേശുവിനെ നോക്കിക്കൊണ്ട്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ പൗലോസ് അപ്പോസ്തലൻ അവിടെ ഓർമ്മിപ്പിക്കാൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? ഇന്നുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്, എങ്ങനെയെങ്കിലും മക്കളെയൊക്കെ പഠിപ്പിച്ചെടുക്കണം. 12ാം ക്ലാസ് കഴിയുമ്പോൾ കുറെ പൈസ ചെലവഴിച്ചവരെ ഇംഗ്ലണ്ടിലോ അയർലൻഡിലോ കാനഡയിലോ ന്യൂസിലൻഡിലോ ഒക്കെ അയക്കണം. അവർ ഉന്നത വിദ്യാഭ്യാസം ചെയ്ത് ഉന്നത സ്ഥാനത്തൊക്കെ എത്തി വലിയ ധനികരായി അവിടെ നമ്മൾ പറയും, ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഇതൊക്കെ ആവശ്യമാ, വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സ്നേഹിത, അതായിരിക്കരുത് നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. നിന്റെ തലമുറയെ ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ മക്കളെ കർത്താവിന്റെ കരങ്ങളില് നീ വളർത്തിയെടുക്കുമ്പോൾ, നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ലോകപ്രകാരം അവരുടെ ജീവിതം സ്വസ്ഥമാകണം എന്നുള്ളത് ഏതൊരു മാതാപിതാക്കളുടെയും ആവശ്യമാണ്. എന്നാൽ അതോടൊപ്പം നിന്റെ പൈതല് ക്രിസ്തുവുള്ളവളായി യേശു ക്രിസ്തുവിനെ അവർക്ക് കൊടുക്കുന്ന മാതാപിതാക്കളായിരിക്കാനായിട്ട്. ഞാന് 10ാം ക്ലാസ് പാസ്സായി ഒരു ITI കോഴ്സ്, വെൽഡിംഗ് കോഴ്സ് പഠിച്ചിട്ട് ജോലി തേടിക്കൊണ്ട് എൻ്റെ 16ാമത്തെ വയസ്സിൽ രാജസ്ഥാനിലേക്ക് പുറപ്പെട്ടതാണ്. എൻ്റെ സാക്ഷിയൊക്കെ പണ്ട് ഞാൻ വന്നപ്പോൾ പറഞ്ഞതാണ്, പ്രിയ സഹോദരൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പോകാൻ നേരം അന്ന് ട്രങ്ക് പെട്ടി എന്നാണല്ലോ പറയുന്നത്, ഈ തകരപ്പെട്ടി, ട്രങ്ക് പെട്ടിക്കകത്ത് എൻ്റെ ഡ്രസ്സും ഒക്കെ വെച്ച് അച്ചാറും അതും ഇതൊക്കെ തന്നിട്ട് അതിൻ്റെ അകത്തൊരു വേദപുസ്തകം വെച്ചിരുന്നു. എന്നിട്ട് അമ്മച്ചി പറഞ്ഞു, മോനെ നീ എവിടെ പോയാലും വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ചിട്ടേ കിടന്നുറങ്ങാവൂ. അന്ന് ഇല്ലണ്ടില്ല കത്തെഴുതുന്നത്. രാജസ്ഥാനിലെ കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞാൻ അമ്മച്ചിക്ക് കത്തെഴുതുമ്പോൾ അമ്മച്ചിയുടെ മറുപടി 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞ് വരും. അതിൻ്റെ അവസാനം എല്ലാ കത്തിലും ഒരു വാചകമുണ്ടായിരിക്കും, മോനെ നീ വേദപുസ്തകം വായിക്കുന്നുണ്ടോ? മോനെ നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? ദൈവം നിന്നെ അനുഗ്രഹിക്കും. അതില്ലാതെ ഒരു ദിവസം പോലും നീ മുന്നോട്ട് പോകരുതെന്ന്. ഒരു പക്ഷേ ഇന്ന് കർത്താവിന്റെ ശുശ്രൂഷയില് 40 വർഷം എൻ്റെ കർത്താവിന് വേണ്ടി അധ്വാനിച്ച് ഈ വചനവുമായി ലോകത്തിന്റെ പല കോണുകളിൽ പോകുവാനായിട്ട് ദൈവമിടയാക്കി. ഇന്നും കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ സാധിക്കുന്നെങ്കിൽ എൻ്റെ അമ്മച്ചിയുടെ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥനയാണ്. കുഞ്ഞുങ്ങളെ
ക്രിസ്തുവുള്ളവരായി വളർത്തിയെടുക്കുവാനുള്ള മാതാപിതാക്കളുടെ ശുഷ്കാന്തിയാണ്. അവർ യേശു ഉള്ളവരായി ജീവിക്കണമെന്നുള്ള ശുഷ്കാന്തിയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ നിനക്ക് വേണ്ടി ഒരു അവകാശം സ്വർഗത്തിൽ ഒരുക്കുന്നുണ്ട്. നിന്റെ കുഞ്ഞുങ്ങളും അവിടെ എത്തിച്ചേരുവാൻ, നിന്റെ തലമുറയും കർത്താവ് നിനക്ക് തന്നിട്ടുള്ള തലമുറയെ ലോകപ്രകാരം ഉന്നതരാക്കുക. ആ പ്രത്യാശയെങ്കിൽ നിന്റെ തലമുറയും വന്നു ചേരുവാൻ തക്കവണ്ണം നിന്റെ തലമുറയ്ക്ക് യേശു ക്രിസ്തുവിനെ കൊടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിപ്പാനായിട്ട്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ മനോഹരമായിട്ട് അവിടെ ചിത്രീകരിച്ചിട്ടുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തില് അവിടെ പൗലോസ് പറയുന്നു, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. എനിക്ക് ആ പ്രയോഗം വളരെ ഇഷ്ടമാണ്. അങ്ങനെയെങ്കിൽ, if you are sure that you have been resurrected with Christ Jesus. ഉറപ്പില്ലാത്തവരെ കുറിച്ച് പൗലോസിൽ ഒന്നും പറയാനില്ല. പൗലോസ് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് നിശ്ചയമുണ്ടെങ്കിൽ. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തില് പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ കുടിച്ചിടപ്പെട്ടിരിക്കുന്നു എന്നാ. ഗലാത്യലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് ക്രിസ്തുവിനോടുകൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നാ. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ ഇപ്പോൾ ക്രിസ്തുവേശുവുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിന്റെ സകല രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്നാ. എന്നിട്ട് ഇവിടെയൊക്കെ പറയുന്നു, ജീവന്റെ പുതുക്കത്തിൽ നടപ്പാൻ ഒരു പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റൊരു പുതിയ ജീവിതം നയിപ്പാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അങ്ങനെ if you have that experience of being died and buried with Christ Jesus in your sin, in your old life, നിന്റെ പഴയ ജീവിതത്തിൽ, ഹല്ലേലൂയ ഹല്ലേലൂയ, നീ കുഴിച്ചിടപ്പെട്ടു പുതിയ ഒരു ജീവനായി ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള നിശ്ചയം. ഹല്ലേലൂയ. അതാ ക്രിസ്തീയ ജീവിതം. അതാ ക്രിസ്തീയ ജീവിതത്തിന്റെ കാമ്പെന്ന് പറയുന്നത്. ആരാധനയ്ക്ക് പോകണം, അത് വേണം, സഭയുടെ കാര്യങ്ങൾ വേണം, എല്ലാം വേണം, കൂട്ടായ്മ എല്ലാം വേണം. പക്ഷെ വ്യക്തിപരമായി എൻ്റെ ജീവന്റെ ഉള്ളിൽ, എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളില് ഞാൻ എൻ്റെ കർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് എൻ്റെ കർത്താവിനോടുകൂടെ ചേർന്ന് ജീവിക്കുന്നതാണ് എന്നുള്ള നിശ്ചയവും അതിൻ്റെ സന്തോഷവും അതിൻ്റെ മാറ്റവും ഉൾക്കൊള്ളുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. പൗലോസ് പറയുന്നു, അങ്ങനെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രിസ്തു ഇരിക്കുന്നിടമായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നോട്ട് ഓൺ ദ എർത്ത്, ഭൂമിയിലുള്ളതല്ല, പിന്നെയോ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. അതിന്റെ കാരണം അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ജീവിതാനുഭവം. അത് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാനായിട്ട് ദൈവം നമുക്ക് ഒരുക്കുന്ന ആ ജീവിതത്തിന്റെ പുതുക്കത്തില് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം കർത്താവിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഓട്ടം ഓടിത്തീർക്കാൻ. പല അവസാനം പറയുന്നത് നമുക്ക് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കുന്നല്ലോ. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വിചാരിച്ച് ഞാൻ സകലവും ഛേദം എന്ന് എണ്ണുന്നു. പ്രാപിച്ചു എന്നല്ല, പ്രാപിക്കാമോ എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ പിമ്പിലുള്ളത് മറന്നു എൻ്റെ മുമ്പിലുള്ളതിനെ ലാക്കാക്കിക്കൊണ്ട്
ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിക്ക് ലാക്കിലേക്ക് ഞാൻ ഓടുന്നു എന്ന് പറയുകയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിനക്കും എനിക്കും എത്ര ഉറപ്പോടെ പൗലോസിനോട് ചേർന്ന് പറയുവാൻ സാധിക്കും? അതെ, ഞാനും ഈ ക്രൈസ്തവ ജീവിതത്തില് വല്ലവിധേനേയും പേർ വിളിക്കുന്ന നേരം എൻ്റെ പേരും കേൾക്കുവാൻ കർത്താവ് തൻ്റെ സഭയെ ചേർക്കുവാനായിട്ട് വരുമ്പോ, ഞാൻ മരിച്ചാലും ഞാൻ ജീവിച്ചിരുന്നാലും എൻ്റെ കർത്താവിനോട് കൂടെ ആയിരിക്കും എന്നുള്ള നിശ്ചയത്തോടെ ജീവിപ്പാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ, ആ വലിയ പ്രത്യാശയോടെ ജീവിപ്പാൻ. സോ ഒന്നാമത്തെ എസ്, സെറ്റ് യുവർ ഗോൾ. നിന്റെ ജീവിത ലക്ഷ്യം സെറ്റ് ചെയ്യുക. രണ്ടാമത്തെ എസ്, SSE ഞാൻ പറഞ്ഞ രണ്ടാമത്തെ എസ്, സാങ്ക്ടിഫൈ യുവർ സെൽഫ്. അതിലെ 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്: നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് വളരെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു വാക്യമാണ്. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരും പ്രവർത്തിക്കത്തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുവാനായിട്ട് നിങ്ങൾ വിശുദ്ധരാകുവീൻ. അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവാനായിട്ട് പറയുകയാണ്. സകല നടപ്പിലും വിശുദ്ധരാകുവാൻ. ഇവിടെയാ ഞാൻ 13-ാം വാക്യത്തിൽ രണ്ടാമത് പറഞ്ഞ നിർമ്മതരായിരിപ്പീൻ എന്നുള്ള പദം ഞാൻ ആഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ നിർമ്മതത അല്ലെങ്കിൽ നിർമ്മലത ഈ വിശുദ്ധിയോട് ചേർന്ന് കിടക്കുകയാണ്. ദൈവത്തിന്റെ നന്ദിയോട് സ്തോത്രം. വിശുദ്ധനായി ദൈവത്തോടുള്ള ഭയത്തിൽ ജീവിപ്പാനായിട്ട്, ദൈവ ഭയത്തിൽ ജീവിപ്പാൻ. എന്തുകൊണ്ടാ ദൈവ ഭയത്തിൽ ജീവിക്കേണ്ടത്? ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്കൊത്തവണ്ണം പ്രതിഫലം കൊടുക്കുന്നവനെ നിങ്ങൾ അപ്പ എന്ന് വിളിക്കുന്നുവെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാ നിന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നീ കടന്നു ചെല്ലുന്നുവെങ്കിൽ, ആ ദൈവം മുഖപക്ഷം കൂടാതെ അവനവന്റെ പ്രവർത്തിക്കൊത്തവണ്ണം പ്രതിഫലം നൽകുന്നവനാകിയിരിക്കയാൽ, അവൻ നീതിയുടെ ദൈവമായിരിക്കയാൽ, പത്രോസ് പറയുന്നു, നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിച്ചുകൊള്ളുവാൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവ ഭയത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് ഞാൻ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുക. റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തില് പൗലോസ് ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിൽ മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. 6-ാമത്തെ വാക്യം: നാം ഇനി പാപത്തിൽ അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം അറിയണം. താഴോട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നത് 12-ാമത്തെ വാക്യത്തിലേക്കാണ്. അവിടെ റോമർക്ക് എഴുതിയ ലേഖനം 6:12 പറയുന്നു: ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. ഹല്ലേലൂയ. വളരെ വ്യക്തമായി പറയുക, പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന്
സമർപ്പിച്ചു കൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഈ വാക്യമൊക്കെ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ആമേൻ, ചുറ്റും നടക്കുന്ന ക്രൈസ്തവ ഗോളത്തിൽ നടക്കുന്ന അനേക പ്രവർത്തികളെ കണ്ടിട്ട് ഞെട്ടുകയാണ്. നീതി നഷ്ടപ്പെട്ട, അനീതി കൊടികുത്തി വാഴുന്ന, അന്യായം കൊടികുത്തി വാഴുന്ന, സ്നേഹമില്ലായ്മ, ക്ഷമയില്ലായ്മ ഒക്കെ കൊടികുത്തി വാഴുന്ന ഒരു ക്രൈസ്തവ ഗോളത്തിലാ നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇവൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവരുടെ ഇടയില്, രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന സമൂഹത്തിന്റെ ഇടയില് എന്തെല്ലാം വൈരുദ്ധ്യങ്ങൾ, എന്തെല്ലാം വിഭാഗീയത, വിദ്വേഷങ്ങള്, ഗ്രൂപ്പിസം ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ വിശുദ്ധരാണെന്ന് പറയുന്നവരുടെ ഇടയിൽ ഒക്കെ നമുക്കിത് കാണാൻ സാധിക്കുന്നു. എന്നാൽ ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയാൽ എന്നെ കേൾക്കുന്ന ദൈവപൈതലെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നിനക്കൊരു വലിയ പ്രത്യാശ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ആ പ്രത്യാശയിലേക്കുള്ള നിന്റെ യാത്രയില് നിന്നെ തന്നെ വിശുദ്ധീകരിപ്പാൻ ഇനി പാപം നിന്റെ മർത്യ ശരീരത്തിൽ വസിക്കുവാൻ ഇടവരാതെ വണ്ണം നിന്നെ സൂക്ഷിക്കേണ്ടത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെയാ നമുക്ക് സൂക്ഷിക്കുവാനായിട്ട് പറ്റുന്നത്? പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നു, അനീതിയുടെ അവയവങ്ങളായിട്ടല്ല, പിന്നെയോ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ജീവിക്കുന്നവരായി നീതിയുടെ അവയവങ്ങളായി നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവാൻ. അവിടെ തന്നെ നമുക്ക് അതിന് ഉത്തരം കിട്ടുന്നുണ്ട്. ഒന്ന്, പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. കർത്താവേ, എന്നെയും റോമർക്ക് ലേഖനം 12-ാം അധ്യായത്തില് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ ജീവനെയും നിങ്ങളുടെ ശരീരങ്ങളെയും അവന് പ്രസാദമുള്ള യാഗമായി, ജീവനുള്ള യാഗമായി സമർപ്പിപ്പാനായിട്ട്. കേൾക്കുന്ന ദൈവ പൈതലെ, നിന്നിലും എന്നിലും കൊടികൊള്ളുന്ന പാപത്തിന്റെ സ്വഭാവം, നിന്നിലും എന്നിലും കുടികൊള്ളുന്ന ആ വലിയ വിദ്വേഷത്തിന്റെ സ്വഭാവം, അത് മാറ്റി ആത്മാവിന്റെ സ്വഭാവമുള്ളവരായി ആമേൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊള്ളുവാൻ നമുക്ക് സാധിക്കുമോ? ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ ജഡത്തിന്റെ ദുർമോഹങ്ങളെ നിവർത്തിക്കത്തില്ല. ജഡത്തിന്റെ മോഹങ്ങളെ. അപ്പോൾ നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നമ്മളെയും നമ്മുടെ ശരീരങ്ങളെയും നമ്മുടെ അവയവങ്ങളെയും നമ്മുടെ ഹൃദയങ്ങളെയും ദൈവത്തിന് സമർപ്പിച്ചു. ദുഷ്ട ചിന്ത നിന്റെ മനസ്സിലേക്ക് വരുമ്പോ, ഇല്ല ഞാനൊരു ദൈവ പൈതലാ, എനിക്കത് പാടില്ല എന്ന് പറയുവാൻ, അതിനെ ജയമെടുക്കുവാൻ, പാപചിന്ത നിന്റെ മനസ്സിലേക്ക് വരുമ്പോൾ, പാപപ്രവൃത്തി ചെയ്യുവാനുള്ള പ്രേരണ ഉണ്ടാകുമ്പോൾ, ഇല്ല ഞാൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു ദൈവ പൈതലാണ്, ഞാനിതിൽ ജയം പ്രാപിക്കണമെന്നുള്ള നിശ്ചയത്തോടെ ജീവിതത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കുകൾ നമുക്കറിയാമല്ലോ. നിങ്ങൾ ദൈവം വസിക്കുന്ന മന്ദിരമാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നാം ദൈവം വസിക്കുന്ന മന്ദിരമാണ്. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരം, അവൻ നമ്മളെ വിലയ്ക്കു വാങ്ങിയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മളെ വിലയ്ക്കു വാങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ, എനിക്ക് വേറെ ഒരു ഉടയവനുണ്ട്. ഞാനല്ല എൻ്റെ ഉടയവൻ, എനിക്ക് വേറെ ഒരു ഉടയവനുണ്ട്. അവൻ എനിക്ക് വേണ്ടി ഒരു മറുവില കാൽവരി ക്രൂശിൽ കൊടുത്തിട്ട് വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് ഞാൻ എനിക്കുള്ളവനല്ല. ആര് തന്റെ ജീവനെ തന്നെ വാങ്ങിയോ അവനുള്ളവനാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? എന്നെ വിലയ്ക്ക് വാങ്ങിയവന്റെ ഹിതപ്രകാരം ജീവിക്കുക, അവന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് അവന് പ്രസാദമുള്ളവരായി ജീവിപ്പാൻ.
എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വാക്യമാണ്. അവിടെ പറയുന്നത്, അവന് പ്രസാദമുള്ളത് ഇന്നത് എന്ന് പരിശോധിച്ചുകൊണ്ട്, അവന് പ്രസാദമുള്ളത് ഇന്നത് എന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിന്റെ മക്കളായിട്ട് നടക്കുവാൻ. പരിശോധന എന്തിനാ? നമ്മൾ ആശുപത്രിയിൽ ചെന്ന ബ്ലഡ് പരിശോധിക്കും, യൂറിൻ പരിശോധിക്കും, സ്റ്റൂൾ പരിശോധിക്കും. അതൊന്നും പോരാങ്കി എക്സ്റേ, സ്കാനിങ്, പിന്നെ MRI, അത് ഇത് ഒക്കെ ഒത്തിരി ടെസ്റ്റ് ഉണ്ട്, ഒത്തിരി പരിശോധനയുണ്ട്. എന്തിനാണെന്നറിയാമോ? ഈ കറക്റ്റ് കാരണം, രോഗകാരണം കണ്ടുപിടിക്കാൻ. ഇവിടെ പൗലോസ് പറയുന്നത്, നീ പരിശോധിക്കണം. എന്താ? അവന് പ്രസാദകരമായത് എന്താണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നത് എന്ന് നീ പരിശോധിക്കണം. അങ്ങനെ പറയുമ്പോൾ അവന് പ്രസാദകരമായത് എന്താണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തത് എന്നും പരിശോധിക്കണം. അവന് പ്രസാദകരമായി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നത് പാടില്ലാത്തതിനെ ഉപേക്ഷിച്ചുകൊണ്ട് അവന് പ്രസാദകരമായത് എന്താണോ അത് ചെയ്തുകൊണ്ട് വെളിച്ചത്തിന്റെ മക്കളായി ജീവിപ്പാൻ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുക. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. ഞാൻ മുന്നോട്ട് പോകട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള വലിയ ഉദ്ദേശം അല്ലെ വലിയ ഇഷ്ടം എന്താണെന്നറിയാമോ? 1 തെസ്സലോനിയർ 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, ഞാൻ സമയപരിമിതി ഉള്ളത് കൊണ്ട് പറഞ്ഞു പോവുക. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നറിയാമോ? നമ്മുടെ വിശുദ്ധീകരണം തന്നെ. That is the will of God about our life. നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവത്തിന്റെ ഇഷ്ടം. കാരണം എന്താണെന്നറിയാമോ? ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവം ഇതില്ലേ, നിന്റെ വിശ്വാസ ജീവിതത്തില് ഈ ദൈവത്തെ നിന്റെ ആത്മീയ കണ്ണുകൾ കൊണ്ട് കണ്ടും അനുഭവിച്ചും ഈ കർത്താവിനോട് കൂടെ ചേർന്ന് നടക്കുവാൻ നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടുന്ന ആവശ്യകതയെ കർത്താവ് തന്റെ ആത്മാവിനാൽ നിന്നെ ഓർമ്മിപ്പിക്കുക. ജഡത്തിന്റെ സകലത്തെയും ഉപേക്ഷിച്ചു. എന്നോട് ഓരോ അമ്മാമ്മ പറയുമായിരുന്നു, ഞാൻ അമ്മാമ്മയോട് സുവിശേഷമൊക്കെ പറഞ്ഞു. അമ്മാമ്മയെ രക്ഷയിലേക്ക് നയിക്കാൻ നേരം അമ്മാമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ രക്ഷിക്കപ്പെട്ടോളാം, ഞാൻ കർത്താവിനെ അനുസരിച്ച് ജീവിച്ചോളാം, ഞാൻ എല്ലാം അനുസരിച്ചു. പക്ഷെ എൻ്റെ ചേട്ടത്തിയോട് മിണ്ടാൻ മാത്രം പറയരുത്. എൻ്റെ ചേട്ടത്തിയോട് മിണ്ടാൻ മാത്രം. ചിലതിനെയൊക്കെ നമുക്ക് ഇപ്പോഴും വിട്ടുകളാൻ പാടാണ്. നീ ചില വിരോധങ്ങള്, ചില പക, ചില വിദ്വേഷങ്ങള്, ചില സ്വഭാവങ്ങള്, ചില ജഡ അഭിലാഷങ്ങള്, ചില താല്പര്യങ്ങളൊക്കെ ഇപ്പോഴും വിട്ടുകളയാൻ പാടാ. വിശ്വാസിയാന്ന് പറയുമ്പോഴും അതൊക്കെ കക്ഷത്തിക്കൊണ്ട് നടക്കുന്നുണ്ട്, ഇല്ലേ? ഇല്ല. സകലവും ഉപേക്ഷിച്ചുകൊണ്ട്, സകലവും കർത്താവിനായി സമർപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രിയനോട് ചേർന്ന് ജീവിപ്പാൻ. ഹല്ലേലൂയ. 48 വർഷം എൻ്റെ വിശ്വാസ ജീവിതത്തില് കറ്റാനത്ത് ജനിച്ച് വളർന്ന് അവിടെ പഠിച്ച്, എൻ്റെ കോശി ബ്രദറിനോട് കൂടെ ചേർന്ന് ആ സ്കൂളിൽ പഠിച്ച്, കറ്റാനത്ത് പള്ളിയിൽ വെച്ച് എൻ്റെ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച് എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 48 വർഷക്കാലം എൻ്റെ പ്രിയനോട് ചേർന്ന് നടക്കുവാൻ. ഹല്ലേലൂയ. ഓ, എത്ര ഭാഗ്യമാണെന്നറിയാം, എത്ര ഭാഗ്യമാ. എൻ്റെ വിശ്വാസ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പറഞ്ഞാൽ തീരത്തില്ല. ഇന്ന് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ഈ കർത്താവിനോട് കൂടെ നടക്കുന്നതിനപ്പുറമായി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ദൈവമക്കളെ, നമ്മുടെ വിശ്വാസ ജീവിതത്തില് മറ്റൊരു ഭാഗ്യമില്ല. സമയം പോയല്ലോ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവസാനിപ്പിച്ചാലേ നമുക്ക് 6:30 നമുക്ക് ആശീർവാദം പറഞ്ഞ് തീരാൻ പറ്റത്തുള്ളൂ. ഞാൻ 3-ാമത്തെ കാര്യത്തിലേക്ക് വരട്ടെ. 1, set your goal. 2, sanctify yourself. 3, exceed in bearing fruit. അത് 2-ാം അധ്യായത്തിൽ പത്രോസ് അപ്പോസ്തലന്റെ 1 പത്രോസ് 2-ാം അധ്യായത്തില് ഞാൻ പെട്ടെന്ന് നിർത്താം. അതിന്റെ 2-ാമത്തെ വാക്യം, രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ.
ഇവിടെ ഒരു വളർച്ചയെ കുറിച്ച് പറയുക. വളരുവാനായിട്ട് വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. ആ വളർച്ചയിലുള്ള അനുഭവം പെട്ടെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ പറഞ്ഞ് ഞാൻ നിർത്തണം. ഒന്ന്, നമ്മളൊരു ചെടിയുടെ തണ്ട് കൊണ്ടുവന്ന് നമ്മുടെ വീട് മുറ്റത്ത് നട്ടുവെച്ച് അതിനിച്ചിരി വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ അത് വാടി തളർന്ന് ഇങ്ങനെ കിടക്കും. പിഴുത് കളയത്തില്ല, പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കും. 2-3 ദിവസം കഴിയുമ്പോൾ ഈ വാടിയ ആ ചെടിത്തണ്ട് ഇങ്ങനെ നേരെയായി വിടർന്ന് അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കും. കാര്യം എന്താണെന്നറിയാമോ? വെള്ളം വലിച്ചെടുക്കുവാനുള്ള വേര് മുളയ്ക്കുവാനായിട്ട് തുടങ്ങി. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തിൽ യേശു ക്രിസ്തുവിൽ വേരൂന്നിയവരായി പാറമേൽ അടിസ്ഥാനപ്പെട്ട വിശ്വാസികളായി ജീവിതത്തിന്റെ ഏത് ഈശാനുമൂലം ആഞ്ഞടിച്ചാലും പതറിപ്പോകാതെ വണ്ണം എന്റെ കർത്താവിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസികളായി നമ്മൾ പിന്നെ ആ ചെടിക്ക് വളമിട്ട് കൊടുക്കും, ഇല്ലേ? വെള്ളം ഒഴിച്ചു കൊടുക്കും, വളമിട്ട് കൊടുക്കും. വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ചു യേശു ക്രിസ്തുവിൽ വേരൂന്നിയവരായി ദൈവത്തിന്റെ വചനം നിന്റെ ആത്മീക ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് നിദാനമായി കർത്താവിന്റെ വചനം പഠിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ആ വചനത്തിനനുസരിച്ച് നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും. ആദ്യം പറഞ്ഞതൊക്കെ വളരെ ഈസിയാ, അല്ലേ? വായിക്കാനും ഈസിയാ, പഠിക്കാനും ഈസിയാ, ധ്യാനിക്കാനും ഈസിയാ. പക്ഷേ ജീവിതത്തിലേക്ക് പകർത്താൻ, ഇല്ലേ? ഞങ്ങൾ അച്ഛന്മാരോട് പറയാറുണ്ട്, 52 ഞായറാഴ്ച പള്ളിയിൽ പ്രസംഗിച്ചിട്ട് ഒരു ഞാനൂല് പോലും പള്ളി രക്ഷിക്കപ്പെടുന്നില്ല, അല്ലേ? കേൾക്കുന്നുണ്ട്, 52 ഞായറാഴ്ച പ്രസംഗം പറയുന്നുണ്ട്, 52 ഞായറാഴ്ച പ്രസംഗം കേൾക്കുന്നുണ്ട്. അച്ഛന്റെ പ്രസംഗം നല്ലതാണെന്നും അച്ഛൻ വലിയ പണ്ഡിതനാണെന്നും ഒക്കെ അഭിപ്രായം പറയാറുണ്ട്. പക്ഷേ നീ കേൾക്കുന്ന വചനം നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു. അങ്ങനെ വേദപുസ്തകത്തിൽ രൂപാന്തരപ്പെടുത്തിയവരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എനിക്ക് സമയം പോയതുകൊണ്ട് ഞാൻ അവിടോട്ട് കയറുന്നില്ല. അപ്പോ 1, നീ വിശ്വാസത്തിൽ വേരൂന്നണം. 2, നീ ദൈവവചനത്തിൽ വളരണം. എന്തിനാണെന്നറിയാമോ? ഫലം കായ്പാൻ. ഇല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനം. എൻ്റെ വീടിൻ്റെ മുറ്റത്തൊരു മാന്തൈ നിൽപ്പുണ്ട്. ഞാൻ വലിയ കാര്യത്തെ കൊണ്ടുവന്ന് നട്ട് അതിന് വെള്ളമൊക്കെ ഒഴിച്ചത് നല്ലപോലെ ഇലച്ചിലായിട്ട് ഇങ്ങനെ പന്തലിച്ചു വന്നു. പക്ഷെ പൂക്കും, പൂത്ത് കഴിയുമ്പോൾ അത് കരിഞ്ഞങ്ങ് പോകും. ഒരൊറ്റ മാങ്ങ പോലും ഇതുപോലെ കിട്ടിയിട്ടില്ല. അതിൻ്റെ കൂടെ നട്ട പപ്പായൊക്കെ കായ്ച്ചെനിക്ക് ധാരാളം പപ്പായ കിട്ടി. പക്ഷെ മാവ് പൂക്കും, പക്ഷെ കായില്ല. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് ഇതങ്ങ് വെട്ടിക്കളഞ്ഞാൽ എന്താന്ന്. സ്നേഹിത, നിന്റെ വിശ്വാസ ജീവിതത്തിന്റെ വളർച്ച തീരുമാനിക്കുന്നത് നീ കായ്ക്കുന്ന ഫലമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എക്സീഡ് ഇൻ ബെയറിംഗ് ഫ്രൂട്ട്. എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. പ്രിയമുള്ളവരെ, ഫലം പുറപ്പെടുവിക്കുന്നവരായി. എന്തിന്റെ ഫലമാ? ആത്മാവിന്റെ ഫലം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം മുതൽ പറയുന്ന ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി നമ്മളിൽ മറ്റുള്ളവർ യേശു ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ. ചാൾസ് കേർക്കിന്റെ അനുസ്മരണ ശുശ്രൂഷ നമ്മളെല്ലാവരും മാധ്യമത്തിൽ കൂടെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ചാൾസ് കേർക്ക് പറഞ്ഞ ഒരു സെന്റൻസ്, ഒരു പക്ഷെ എക്സാക്ട്ലി ആ വേർഡിങ് അല്ലായിരിക്കാം, എന്നാൽ അദ്ദേഹം ഇങ്ങനെയാ പറഞ്ഞത്: ഇവാഞ്ചലൈസേഷൻ ഈസ് നോട്ട് പ്രീച്ചിങ്, but evangelization is living the word of God. ജീവിക്കുന്നതാ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിക്കുന്ന സാക്ഷികളായി അനേകർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നവരായി നമ്മുടെ ഓട്ടം ഓടി കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോ പൗലോസിനോട് ചേർന്ന് ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പറയുവാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. പ്രിയ സ്നേഹിത, നീ പുറപ്പെടുവിക്കുന്ന ഫലം എന്തിന്റെയാ? കാട്ടുമുന്തിരിവള്ളി കായ്ച്ചതിനെ കുറിച്ച് യെശയ്യാവ് പറയുന്നു. യെശയ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായം. നല്ല മുന്തിരിത്തോട്ടമുണ്ടാക്കി മുള്ളും ബർക്കാരെയൊക്കെ മാറ്റി നല്ല തരം
തൈയും കൊണ്ടുവന്ന് നട്ട് ഒരു നല്ല മുന്തിരിത്തോട്ടമുണ്ടാക്കി അതിൻ്റെ നടുക്കൊരു ചക്കുമുട്ടോ യജമാനൻ കാത്തിരുന്നു. പക്ഷെ കായ്ച്ചതോ കാട്ടുമുന്തിരിവള്ളിയായിപ്പോയി. പിന്നെ അതിനോട് ചെയ്തത് എന്താണെന്ന് താഴോട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഫലം കായ്ക്കുന്നവരായി. ഞാനൊന്ന് സാംശീകരിച്ച് അവസാനിപ്പിക്കട്ടെ. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളായി യേശു കർത്താവിന്റെ രക്തത്താൽ, യേശു കർത്താവിന്റെ വചനത്താൽ, വിശ്വാസത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായി കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള അവകാശം പ്രാപിപ്പാൻ തക്കവണ്ണം മുന്നോട്ട് യാത്ര ചെയ്യുന്നവരായി നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ആ വലിയ പ്രത്യാശയായി ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ പ്രസാദകരമാവണ്ണം വിശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവിൽ വളർന്ന് ഫലം കായ്ക്കുന്ന വിശ്വാസ ജീവിതം നയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് തലയിള വണക്കാം. ശാന്തമായിട്ട് നമ്മൾ കേട്ട ദൈവവചനത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാൻ. കർത്താവേ, എൻ്റെ ജീവിതത്തെ കേട്ട വചനത്തിനനുസരിച്ചൊന്ന് ക്രമീകരിപ്പാൻ. കർത്താവേ, ശുദ്ധീകരണം കൂടാതെ അങ്ങേ ആർക്കും കാണാൻ സാധിക്കില്ലല്ലോ. എൻ്റെ ജീവിതത്തിന്റെ പോരായ്മകളൊക്കെ കഴുകി ശുദ്ധീകരിച്ചു. കർത്താവേ, രക്ഷാനിർണയമുള്ളവരായി ഞങ്ങൾ ആ ഭാഗ്യ പ്രത്യാശ ഞങ്ങളുടെ ജീവിതത്തിന് ലക്ഷ്യമാക്കിക്കൊണ്ട് ഓടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി ക്രിസ്തുവിൽ വേരൂന്നി വചനത്തിൽ വളർന്നോ ആത്മാവിന്റെ ഫലം കായ്ക്കുന്ന ജീവിതങ്ങളായി നമ്മുടെ ഓട്ടമോടി തീർപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. വചനം കേട്ട നിന്റെ മക്കളോട് എല്ലാവരും നീ ഇടപെടണമേ കർത്താവെ. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കണമേ. തുടർന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം പ്രിയപ്പെട്ട വല്യമച്ചനിൽ കൂടെ നമുക്ക് ലഭിച്ചല്ലോ. ഈ കാലഘട്ടത്തിൽ ലഭിക്കാത്ത ഒരു ദൂത്, വളരെ ശക്തമായ ഒരു ദൂത് പ്രിയ അച്ഛനിൽ കൂടെ കേൾക്കുവാനിടയായി. നമ്മുടെ ഓട്ടം, നമ്മുടെ അധ്വാനം, നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥാനം, ഇതൊക്കെ വളരെ വിശദമായ പ്രിയ അച്ഛനിൽ കൂടെ കേൾക്കുവാനിടയായി. പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നും അച്ഛൻ്റെ ശുശ്രൂഷകൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളെയും അച്ഛൻ്റെ പ്രാർത്ഥനയിൽ വഹിക്കണം എന്ന് ഓർപ്പിക്കുന്നു. അച്ഛൻ വന്ന് കൂട്ടായ്മയോട് കാണിച്ച സ്നേഹത്തിന് കൂട്ടായ്മയുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. തുടർന്ന് നമ്മുടെ രാജൻ ബ്രദർ തൻ്റെ അനുഭവ സാക്ഷ്യം അല്പനേരം പറയാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ അതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. തുടർന്ന് ലെനി സഹോദരി ക്ലോസിംഗ് പ്രെയർ നടത്തുന്നതായിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളുടെ മുൻപിൽ കർത്താവിനെ ഉയർത്തുവാൻ ഒരവസരം കൂടെ ലഭിച്ച ഓർത്ത് സ്തോത്രം. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അച്ഛനിൽ കൂടെ ഇന്ന് കേട്ട വചനം നമ്മൾ ഓരോരുത്തരോടും സംസാരിച്ചതാണ്. നമ്മൾ രക്ഷാനിർണയം പ്രാപിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ് നമ്മളോട് ചോദിച്ചത്. നമ്മൾ അനേക വർഷങ്ങളായി കൂട്ടായ്മ ആചരിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നാൽ യഥാർത്ഥമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വന്നിട്ടുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുന്നത് ഹല്ലേലൂയ, നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രിയമക്കളെ, ദീർഘവർഷം ഈ കൂട്ടായ്മയുടെ ഭാഗമാകുവാൻ എനിക്കും കുടുംബമായിട്ട് ഇടയായി. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഏകദേശം ഹല്ലേലൂയ ഒരു 30 വർഷത്തിന് മുമ്പേ എൻ്റെ വൈഫിന് സുഖമില്ലാതിരുന്നു. എന്നാൽ ഈ പ്രാർത്ഥനാ കൂട്ടത്തിൻ്റെ പ്രാർത്ഥനയാൽ പൂർണ്ണ സൗഖ്യം പ്രാപിപ്പാൻ ഇടയായി. ഹല്ലേലൂയ. അതുപോലെ തന്നെ കഴിഞ്ഞ ഈ 2025 ആരംഭം മുതൽ ശാരീരികമായ ബുദ്ധിമുട്ടിൽ കൂടെ ഞാൻ കടന്നുപോയി. എനിക്ക് പോസ്ട്രേറ്റിൻ്റെ ബുദ്ധിമുട്ടാൽ ഞാൻ ഭാരപ്പെട്ടു. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് കൂട്ടായ്മയായിരുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ 2 മാസക്കാലമായി ഞാൻ ട്രീറ്റ്മെൻറ്റിൽ കൂടെ കടന്നുപോയിരുന്നു. റേഡിയേഷനിൽ കൂടെയൊക്കെ ഞാൻ കടന്നുപോയി. 28 റേഡിയേഷൻ എനിക്ക് എടുക്കേണ്ടതായിട്ട് വന്നു.
എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വലിയ കൃപ എനിക്ക് അനുഭവിപ്പാൻ ദൈവം ഇടയാക്കി. എൻ്റെ ട്രീറ്റ്മെൻറ്റിലൊക്കെ ഹല്ലേലൂയ ഞാൻ വിചാരിച്ചതിനപ്പുറമായി ഹല്ലേലൂയ ശരിയായ ട്രീറ്റ്മെൻറ്റ് എനിക്ക് ലഭിക്കാൻ സാധിക്കും. എൻ്റെ കൂടെ ട്രീറ്റ് ചെയ്ത പലർക്കും പല ശാരീരിക ബുദ്ധിമുട്ട്, അവരുടെ വെയിറ്റൊക്കെ കുറഞ്ഞു, അങ്ങനെ പല ബുദ്ധിമുട്ടിൽ കൂടെയൊക്കെ അവർ കടന്നുപോയി. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഓരോ കാര്യത്തിലും കൂടെ ഹല്ലേലൂയ, ഓരോ ട്രീറ്റ്മെൻറ്റിലും കൂടെ ദൈവത്തിൻ്റെ വലിയ കൃപ അനുഭവിപ്പാനിടയായി. ഹല്ലേലൂയ, ഞാൻ പോരുന്നതിന് മുമ്പേ ഡോക്ടറെ കണ്ടപ്പോൾ ഇതുവരെ ചെയ്ത ട്രീറ്റ്മെൻറ്റൊക്കെ വളരെ 100% അത് നല്ലതായിരുന്നു. ഇനിയും ട്രീറ്റ്മെൻറ്റിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ, ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം. തുടർന്നും ഹല്ലേലൂയ, നിങ്ങളുടെ പ്രാർത്ഥനയെ എന്നെ ഓർക്കണം. ദൈവം മതിയായവൻ, നല്ലവൻ, വിശ്വസ്തൻ. ഹല്ലേലൂയ, എൻ്റെ ശിഷ്ടായുസ് കർത്താവിൻ്റെ ഉത്തമ സാക്ഷിയായി നിൽപ്പാൻ എന്നെ തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. കുടുംബമായിട്ട് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. സമയം കുറവുണ്ട്, ഞാൻ കൂടുതലായിട്ട് എൻ്റെ സാക്ഷ്യം പ്രസ്താവിക്കുന്നില്ല. ദൈവമക്കൾ ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തെ വിരമിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കൂട്ടായ്മ ആരംഭിച്ച സമയം മുതൽ ഈ നിമിഷം വരെ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, വിവിധ ശുശ്രൂഷകൾ ചെയ്ത എല്ലാ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇന്ന് കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം കേൾപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കിയ കൃപകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിത സ്ഥിരതയോടെ ഓടുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഓട്ടക്കളത്തിൽ കർത്താവെ ഒരു തെരഞ്ഞെടുപ്പുണ്ടെന്ന് വെച്ചും പറഞ്ഞല്ലോ കർത്താവെ, ആ തെരഞ്ഞെടുപ്പിൽ നമ്മളുണ്ടോ എന്നൊന്ന് ശോധന ചെയ്യുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അന്ത്യകാലത്ത് കർത്താവെ, എൻ്റെ ദൈവത്തോടു കൂടെ ആയിരിക്കാൻ അതിന് യോഗ്യതയുള്ളവരാണോ എന്നൊന്ന് പുറകോട്ട് ചിന്തിപ്പാൻ അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവെ, വിലപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾപ്പാൻ അവിടുന്ന് ഇടയാക്കി അച്ഛനെ ബലപ്പെടുത്തിയ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കൂട്ടായ്മയിലെ എല്ലാ കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സമയം വരെ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് അവിടുത്തെ സൗഖ്യം ലഭിപ്പാൻ അവിടുന്ന് ഇടയാക്കിയ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ജീവിതത്തെ ക്രമപ്പെടുത്തി ജീവിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ. അവിടുത്തെ വചനത്തിൽ കർത്താവെ ആഴമായി വേരൂന്നി ജീവിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ചു നിൽപ്പാൻ അവിടുന്ന് ഇടയാക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ദൈനംദിനം കർത്താവെ അവിടുത്തെ അഭിവൃദ്ധി പ്രാപിച്ച് ജീവിപ്പാൻ അവിടുന്ന് ഇടയാക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. തുടർന്ന് അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇപ്പോൾ അടിയങ്ങൾ പിരിഞ്ഞു പോകട്ടെ. പിരിയാത്ത സ്നേഹം ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ വഴി യാത്രയിലൊക്കെയും കൂടെ ഇരിക്കണമേ. സൗഖ്യത്തോടെ ഭവനത്തിൽ എല്ലാവരും എത്തിച്ചേരുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. സകലവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാക്കപ്പെടണമേ. രാജ്യം വരയണമേ. നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോടെ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ദുഷ്ടങ്ങൾ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇന്നു നീക്കും അവിടത്തേക്കുള്ളതാവുന്നു. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും പ്രിയരെ, നാം എല്ലാവരോടും പ്രത്യേകിച്ച് ഇന്ന് വചനം ശുശ്രൂഷിച്ച ബഹുമാനപ്പെട്ട അച്ഛനോടും താവായ വചനം കേട്ട അടിയങ്ങൾ ഓരോരുത്തരോടും തുടർന്ന് അടിയങ്ങളുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളുടെ മേലും എപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്നും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം കരയേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വരയണമേ. കടന്നു വന്ന എല്ലാവരോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പ്രാർത്ഥന പരസ്പരം വഹിക്കുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.